പരമ്പരയെ സ്മരിച്ചുകൊണ്ട് മാണ്ഡവ്യോപനിഷത്ത് ഓമിത്യേതക്ഷരമിദം സർവം തസ്യോപം വ്യാഖ്യാനം ഭൂതം ഭവിഷ്യതി സർവമോങ്കാരേവ യച്ഛാന്യത്ര കാലാതീതം തദപ്യോങ്കാരേവ. സർവം ചേതദ്ബ്രഹ്മായമാത്മാ ബ്രഹ്മാ സ്വയമാത്മാ ചതുഷ്പാത്. ജാഗരിതസ്ഥാനോ ബഹിപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ സ്ഥൂലഭൂത വൈശ്വാനര പ്രഥമപദഃ. സ്വപ്നസ്ഥാനോന്തപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ പ്രവിവിക്തഭുക് തൈജസോ ദ്വിതീയപാദഃ. യത്ര സുപ്തോ ന കഞ്ചന കാമം കാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി തത് സുഷുപ്തം സുഷുപ്തസ്ഥാന ഏകീഭൂതപ്രജ്ഞാനഘനൈവാനന്ദമയം ആനന്ദഭുക് ചേതോമുഖപ്രാജ്ഞസ്തൃതീയപാദഃ. ഏഷ സർവീശ്വരേഷ സർവജ്ഞേഷു അന്തര്യാമീഷ യോനിഃ സർവസ്യ പ്രഭവാപ്യയോ ഹി ഭൂതാനാം. നാന്തപ്രജ്ഞം ന ബഹിപ്രജ്ഞം നോ ഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം ന പ്രജ്ഞം അദൃശ്യമവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അമിപദേശം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സാത്മാ സവിജ്ഞേയഃ. സ്വയമാത്മാധ്യക്ഷരം ഓങ്കാരോ അധിമാത്രം പാദ മാത്ര മാത്രാശ്ച പാദ അകാര ഉകാരോ മകാര ഇതി. ജാഗരിതസ്ഥാനോ വൈശ്വാനരോ അകാര പ്രഥമാ മാത്ര ആപ്തേരാദിമത്വാദ്വാ ആപ്നോതിഹ വൈ സർവാൻ കാമാൻ ആദിശ്ച ഭവതി ഏവം വേദ. സ്വപ്നസ്ഥാനത് തൈജസ ഉകാരോ ദ്വിതീയാ മാത്ര ഉത്കർഷാദ് ഉഭയത്വാദ്വാ ഉത്കർഷതിഹ വൈ ജ്ഞാനസന്തതിം സമാനശ്ച ഭവതി നാസ്യ ബ്രഹ്മവിത് കുലേ ഭവതി ഏവം വേദ.
സുഷുപ്തസ്ഥാനപ്രജ്ഞോ മകാര തൃതീയാ മാത്രാമിതേരപീതേർവാ മിനോദിഹ വാ ഇദം സർവം അപീതിശ്ച ഭവതി ഏവം വേദ. അമാത്രശ്ചതുർത്ഥോ വ്യവഹാരിക പ്രപഞ്ചോപശമശിവോദ്വൈതൈവം ഓംകാര ആത്മൈവ സംവിശതി ആത്മന ആത്മാനം യ ഏവം വേദ. വൈതത്യ പ്രകരണത്തിൽ 16ാമത്തെ ശ്ലോകം. ജീവം കൽപ്പയതേ പൂർവം തതോ ഭാവാൻ പൃഥഗ്വിധാൻ ബാഹ്യാൻ ആധ്യാത്മികാംശ്ചൈവ യഥാ വിദ്യസ്തഥാ സ്മൃതി. ബാഹ്യാധ്യാത്മികാനാം ഭാവാനാം ഇതരേതര നിമിത്ത നൈമിത്തികതയാ കൽപ്പനായാം കിം മൂലമുച്യതേ ജീവം ഭേദഫലാത്മകം. അഹം കരോമി സമ സുഖദുഃഖേ ഇത്യേവം ലക്ഷണം. അനേവം ലക്ഷണേവ ശുദ്ധേ ആത്മനി രജ്വാമിവ സർപ്പം കൽപ്പയതേ പൂർവം. തത് താദർത്ഥേന ക്രിയാകാരക ഫലഭേദേന പ്രാണാദീൻ നാനാവിധാൻ ഭാവാൻ ബാഹ്യാൻ ആധ്യാത്മികാംശ്ച ഏവ കൽപ്പയതേ. ബാഹ്യവും ആധ്യാത്മികവുമായിട്ടുള്ള ഭാവങ്ങളെ സുഖദുഃഖാദികളാണ് ആന്തരികമായിട്ടുള്ളത്. രാഗദ്വേഷാദികൾ, ജ്ഞാനം, ഇതെല്ലാം ആന്തരികം. ബാഹ്യമായി കാണുന്നതെല്ലാം ബാഹ്യം. ബാഹ്യവും ആന്തരികവും അതിനാണ് ആധ്യാത്മികം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവ പരസ്പരം നിമിത്ത നൈമിത്തിക കാര്യകാരണ ഭാവങ്ങളിൽ നിൽക്കുന്നതാണ്. ബാഹ്യമായി അന്നം, ആന്തരികമായി തൃപ്തി. അപ്പൊ തൃപ്തിക്ക് കാരണമായിരിക്കുന്നു അന്നം. അന്നം നിമിത്ത നൈമിത്തിക രൂപത്തിൽ കൽപ്പിക്കുന്നു എന്നാണ് ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള സംവേദനം. ആ കൽപ്പനയ്ക്ക് ബീജമായിരിക്കുന്ന എന്താണ്? ജീവനാണ്. ജീവനാണ് ഇതെല്ലാം അനുഭവിക്കേണ്ടത്. അന്നത്തെ അനുഭവിക്കേണ്ടതും തൃപ്തിയെ അനുഭവിക്കേണ്ടതും ജീവനാണ്. അതുകൊണ്ട് ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത് ജീവകൽപ്പനയാണ്. ജീവനാണ് ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവനാണ് ജീവഭാവത്തിലിരുന്നുകൊണ്ട് എല്ലാ കൽപ്പനകളും തുടരുന്നത്. മറ്റ് കൽപ്പനകൾ, ജീവന്റേതായ സങ്കല്പങ്ങൾ. എന്നാൽ ജീവൻ ഉൾപ്പെടുന്ന ഈ പ്രപഞ്ചം, അതിന്റെ കൽപ്പന അതാരാണ് ചെയ്യുന്നത്? അത് ഈ തുര്യനാണ്. അതിനാദ്യം ജീവനെ കൽപ്പിക്കുന്നു എന്ന് പറയുന്നു. ജീവന്റെ കൽപ്പനകൾ അത് അല്പമാണ്. ജീവന്റെ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന കൽപ്പനയാണ് മുഖ്യം. ഈ ജഗത്തിന്റെ ഈ അനുഭവത്തിന് കാരണമായിരിക്കുന്ന കൽപ്പന, അതാണ് മുഖ്യം. ആ കൽപ്പന ചെയ്യുന്നത്
തുര്യനാണ്. ജീവന് എങ്ങനെയിരിക്കുന്നു? അഹം കരോമി മമ സുഖദുഃഖേ ഇത്യവും ലക്ഷണം. ഇതാണ് ജീവന്റെ അടയാളം ഇവിടെ പറയുന്നത്. ഞാൻ പ്രവർത്തിക്കുന്നു, ഞാൻ അറിയുന്നു. ഈ അനുഭവം എവിടെയാണോ നിൽക്കുന്നത് അതാണ് ജീവൻ. എന്താണ് ജീവൻ എന്ന് പറയുകയാണ്? എന്റെ സുഖദുഃഖങ്ങൾ എന്നുള്ള അനുഭവം ആർക്ക് എവിടെ നിൽക്കുന്നു അതാണ് ജീവൻ. ഈ കൽപ്പനയ്ക്കെല്ലാം ആധാരമായിരിക്കുന്ന തുര്യനാണെങ്കിലോ അനേകം ലക്ഷണം ഏവശുദ്ധേ ആത്മനി. അവിടെയാണ് ഈ കൽപ്പനകളെല്ലാം സംഭവിക്കുന്നത്. ശുദ്ധമായ ആത്മാവ്. രജ്ജുവാമിവ സർപ്പം, അതടുത്ത് പറയും. രജ്ജുവിലെ സർപ്പത്തെ പോലെ സർവം കൽപ്പയതേ പൂർവം. കൽപ്പനകൾ അങ്ങനെ സംഭവിക്കുന്നു. ഏത് കാര്യത്തെക്കുറിച്ച് നമുക്കൊരു കാലദേശബോധത്തോടു കൂടിയേ ചിന്തിക്കാൻ കഴിയും. അതുകൊണ്ട് പറഞ്ഞു പൂർവം, ആദ്യം. ഇതിനൊരാദിയില്ല. അതാണ് സംസാരം അനാദി അനന്തമെന്ന് പറയുന്നത്. ആദിയില്ലാതെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും പറയുന്നു ആദ്യം ആ കൽപ്പന ആരംഭിച്ചു എന്ന് പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. കൽപ്പനാശൂന്യമായിരുന്നു സുഷുപ്തി. അപ്പൊ ഇതൊന്നും കൽപ്പിച്ചില്ല. അവിടെ അന്തര്യാമി കൽപ്പനാരഹിതനായി നിന്നു. അത് കഴിഞ്ഞ് കൽപ്പന തുടങ്ങി. അതാണ് ആ ജാഗ്രത. ആ കൽപ്പന ജാഗ്രതാകാം, സ്വപ്നമാകാം. കൽപ്പനാരഹിതമായിരുന്ന സ്ഥലത്ത് നിന്ന് കൽപ്പനകൾ ആരംഭിക്കുന്നു. അവിടെ ജീവഭാവം വരുന്നു. പിന്നെ ജീവന്റെ കൽപ്പനകൾ വരുന്നു. തഥ താദർത്ഥ്യേന ക്രിയാകാരക ഫലഭേദേന പ്രാണാദീൻ നാനാവിധാൻ ഭാവാൻ ബാഹ്യാൻ ആധ്യാത്മികാംശയോ കൽപ്പിതേ. നാനാഭാവങ്ങളെ ആ ജീവന് വേണ്ടി, താദർത്ഥ്യേന ജീവന് വേണ്ടി, എന്നുവെച്ചാൽ ജീവന്റെ കർമ്മത്തിന് വേണ്ടി, ജീവന്റെ സുഖദുഃഖങ്ങൾക്ക് വേണ്ടി, സർവത്തിനും ആയി ക്രിയാകാരക ഫലരൂപത്തിൽ അവന്റെ കർമ്മങ്ങൾ, ആ കർമ്മം ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങൾ, ആ കർമ്മത്തിന്റെ ഫലം സർവത്തെയും കൽപ്പിക്കുന്നു. സ്വർഗ നരകങ്ങളെല്ലാം. അതിനാവശ്യമുള്ള പ്രാണാദീൻ, ആ ജീവന് കർമ്മം ചെയ്യണമെങ്കിൽ പ്രാണൻ വേണം, ഇന്ദ്രിയങ്ങൾ വേണം, മനസ്സ് വേണം. ഇതിനെല്ലാം കൽപ്പിക്കുന്നു ആ തുര്യൻ. തുര്യന് കൽപ്പന പോലെ സംഭവിക്കുന്നു. നാനാവിധാൻ ഭാവാൻ, വസ്തുക്കൾ, ബാഹ്യാൻ ആധ്യാത്മിക, ബാഹ്യമായി പഞ്ചഭൂതങ്ങൾ, ആധ്യാത്മികമായി പ്രാണനം തുടങ്ങി സർവവും. ഇതെല്ലാം അവിടെ കൽപ്പനാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. പുറമേ നമ്മൾ ഒരു കൽപ്പന നടത്തണമെങ്കിൽ ആ കൽപ്പനയ്ക്ക് ഒരു ആധാരം വേണം, കൽപ്പന വേണം, കൽപ്പനയെ കാണുന്നവൻ വേണം. എന്നാലും ഒരു കൽപ്പന നടക്കത്തുള്ളൂ. കാണുന്ന ഒരാൾ വേണം, കൽപ്പിക്കാനായവർക്കൊരു ഇടവും വേണം. ഇവിടെ അതൊന്നും ആവശ്യമല്ല. ഇവിടെ എന്താണ്? നിദ്രയിൽ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. കൽപ്പിക്കുന്നവനില്ല, കൽപ്പനയ്ക്കുള്ള ആധാരമില്ല, കൽപ്പനകളുമില്ല. പെട്ടെന്ന് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ എന്ത് വരുന്നു? അവിടെ കൽപ്പിക്കുന്നവൻ വന്നു, ഇതെല്ലാം കാണുന്നവൻ. കൽപ്പിക്കാൻ ബാഹ്യമായി പലതും വന്നു, ബാഹ്യവും ആഭ്യന്തരവുമായി പലതും വന്നു. കൽപ്പനയ്ക്ക് ആധാരവും വരുന്നു. സുഷുപ്തിയിൽ എന്തായിരുന്നു? അവിടെ ഈ കേവലം തുര്യൻ മാത്രം. കേവല തുര്യൻ എന്ന് പറയുമ്പോൾ അവിടെ കൽപ്പനയില്ല. അതുകൊണ്ട് തന്നെ അവൻ കൽപ്പിക്കുന്നവനല്ല. കൽപ്പനയില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ കൽപ്പനയ്ക്ക് ആധാരമില്ല. ഇതൊന്നും ഇല്ലാതിരുന്നിടത്ത് നിന്ന് ഉണർന്നപ്പോൾ ഇതെല്ലാം വന്നു. അതാണ് തത്ര കൽപ്പനായ കോ ഹേതു.
എന്താ ഈ കൽപ്പനയ്ക്ക് ഹേതു? ആത്യന്തികമായി ഇതിന്റെ ഹേതു എന്ന് പറയുന്നത് മായ എന്നേ പറയാൻ പറ്റും. കാരണം ഇതൊന്നും ഇല്ലാതിരുന്നിടത്ത് നിന്ന് ഇതെല്ലാം ഉണ്ടാകും. അതിന് മായ എന്നേ പറയാൻ പറ്റും. എന്നാൽ ഇവിടെ നമ്മുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, യോസു സ്വയം കൽപ്പിതോ ജീവഃ സർവകൽപ്പനായാം അധികൃതഃ യഥാ വിദ്യോ യാദൃശി വിദ്യ വിജ്ഞാനമസ്യേതി തഥാ വിദ്യ തഥാവിധായവ സ്മൃതി തസ്യേതി തഥാ സ്മൃതിർഭവതി സ. സ്വയം കൽപ്പിതനാണ് ജീവൻ എന്ന് പറയും. ജീവൻ സ്വയം കൽപ്പിതൻ എന്ന് പറയുമ്പോൾ പറഞ്ഞല്ലോ, പുറമേ നമ്മൾക്ക് എന്തെങ്കിലും കൽപ്പിക്കണമെങ്കിൽ അവിടെ കൽപ്പനയ്ക്ക് ഒരു ആധാരം വേണം. രജ്ജു വേണം സർപ്പത്തെ കൽപ്പിക്കാൻ, മറ്റു പലതും വേണം. മനസ്സ്, ഇന്ദ്രിയങ്ങൾ, പലതിനെ ആശ്രയിച്ചാണ് ആ കൽപ്പനകളെല്ലാം നടക്കുന്നത്. പക്ഷെ ജീവനെ കൽപ്പിക്കുന്നതിന് എന്താ? ഒന്നുമില്ല. അത് സ്വയം കൽപ്പിതനാണ്, മായയാൽ കൽപ്പിതനാണ്. അവിടെ മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല, സ്വയം തന്നെ അത് സംഭവിക്കുന്നു. എങ്ങനെ ഈ കൽപ്പന സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, എങ്ങനെ നിങ്ങൾ ഉണർന്നു എന്ന് ചോദിക്കും പോലെയാണ്. എന്താണ് അതിന് ഹേതു? അതങ്ങനെ സംഭവിക്കുന്നു എന്നേ പറയാൻ പറ്റും. ഒരു ഹേതുവും ഉണർന്നിരുന്നിട്ട് ഉണർത്തുന്നതല്ല. ഒരാൾ ഉണർന്നു വരുന്നത് ഇവിടെ അന്ധകാരത്തിൽ നിന്നാണ്. ഇവിടെ ഉണർത്താനായിട്ടൊരു ഹേതു ഇവിടെ ഉണർന്നിരുന്നില്ല, എന്നാലും ഉണരുന്നു. അതങ്ങനെ സംഭവിക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. എന്താണ് അതിന് ശരിക്കുള്ള കാരണം പറയാൻ നിവൃത്തിയില്ല. കാരണം എല്ലാ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതും ഉണർന്നതിന് ശേഷമാണ്. അവിടെ ഇരുന്നു കൊണ്ട്, ആ ഉണർവിലിരുന്നു കൊണ്ട്, ഉണർവില്ലാത്ത സമയത്തെക്കുറിച്ചുള്ള കാരണം അന്വേഷണം ഒരിക്കലും പൂർണ്ണമാകത്തില്ല. ഉറങ്ങിയ സമയത്താണ് ഉള്ള കാരണത്തെക്കുറിച്ച് ഉണർന്നതിന് ശേഷം അന്വേഷിക്കുകയാണ്. ഉണർവിലുള്ള കാരണങ്ങളെ നമുക്ക് പിടികിട്ടും. ഉറക്കത്തിലുള്ള കാരണം ഒരിക്കലും ഉണർവിന് പിടികിട്ടത്തില്ല. നമുക്ക് പറയാം, ഉറങ്ങിയിട്ട് ഉണരുന്നതിനും പല കാരണങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഉണർവിൽ ഉള്ള കൽപ്പനകളാണ്. ഉറക്കത്തിലെ വാസ്തവം ഉണർവിന് പിടികിട്ടുന്നില്ല. ഉണർന്നു ചെയ്യുന്ന കൽപ്പനകൾക്ക് അവസാനമില്ല, അതിങ്ങനെ അനന്തമായി പോയിക്കൊണ്ടിരിക്കും. അതുപോലെ ഉണർവിന്റെ രഹസ്യം പോലെയാണ് ഈ കൽപ്പനയുടെ, ജീവകൽപ്പനയുടെ രഹസ്യം. അതുകൊണ്ടാണ് പറയുന്നത് സ്വയം അങ്ങനെ സംഭവിച്ചു, സ്വയം കൽപ്പിക്കപ്പെട്ടു. തുര്യൻ തന്നെ എന്ത് ചെയ്തു? സ്വയം അങ്ങനെ മാറി എന്നേ അതിന് പറയാൻ പറ്റും. ജീവഭാവത്തിലേക്ക് വന്നു. പ്രത്യേകിച്ചൊരു കാരണം അതിന് പറയാൻ കഴിയാത്തതുകൊണ്ടാണ് പറയുന്നത് അത് മായയാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വ്യക്തമായൊരു കാരണത്തെ നിർദ്ദേശിക്കാൻ പറ്റും. സർവകൽപ്പനായാം അധികൃത. അവൻ പിന്നീട് എന്ത് ചെയ്യുന്നു? ഈ കർണങ്ങളെല്ലാം ആശ്രയിച്ചുകൊണ്ട്, അവന്റെ മനസ്സും അവന്റെ ഇന്ദ്രിയങ്ങളെയും എല്ലാം ആശ്രയിച്ചുകൊണ്ട് അവൻ പിന്നീട് അനന്തമായ കൽപ്പനകൾ, ഉണർന്നു കഴിഞ്ഞാൽ ഉറക്കം വരെ അനന്തമായ കൽപ്പനകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എത്രയെന്ന് പറയാൻ കഴിയത്തില്ല. എണ്ണമറ്റ കൽപ്പനകൾ. സർവകൽപ്പനായാം അധികൃത. അവൻ ആ ഉണർവിൽ സർവത്തെയും കൽപ്പിക്കുന്നു. ബ്രഹ്മത്തെ കൽപ്പിക്കുന്നു, ബന്ധത്തെ കൽപ്പിക്കുന്നു, മോക്ഷത്തെ കൽപ്പിക്കുന്നു, സ്വർഗനരകങ്ങളെ കൽപ്പിക്കുന്നു, സർവത്തെയും കൽപ്പിക്കുന്നു. അവന് സർവകൽപ്പനയ്ക്കും അവൻ അധികാരിയായിരിക്കുന്നു. സ യഥാ വിദ്യോ യാദൃശി വിദ്യ വിജ്ഞാനമസേതി തഥാ വിദ്യ തഥാവിധായവ സ്മൃതി തസ്യ തഥാ സ്മൃതി ഭവതി. പിന്നെ അവന്റെ ഈ കൽപ്പനകളെല്ലാം മുഖ്യമായി രണ്ട് രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് അനുഭവരൂപത്തിൽ, മറ്റൊന്ന് സ്മൃതി രൂപത്തിൽ. അനുഭവങ്ങൾ സത്യവും മിഥ്യയുമായ അനുഭവങ്ങൾ, യഥാർത്ഥവും അയഥാർത്ഥവുമായിട്ടുള്ള അനുഭവങ്ങൾ, അതാണ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവന്റെ കൽപ്പനകളെന്ന് പറയുന്നു. ചിലതവന് സത്യമായി അനുഭവപ്പെടുന്നു, ചിലതവന് അസത്യമായി അനുഭവപ്പെടുന്നു. രജ്ജു അവന് സത്യമായി അനുഭവപ്പെടുന്നു, സർപ്പവന് മിഥ്യയായി അനുഭവപ്പെടുന്നു. ഇത് അനുഭവങ്ങൾ.
ഓരോ അനുഭവങ്ങളെയും പിന്തുടർന്ന് സ്മൃതി. പരസ്പരം ഇവ കാര്യകാരണഭാവത്തിൽ. ഇതാണ് കൽപ്പന എന്ന് പറയുന്നത്. സ്മൃതി പിന്നീട് തുടർന്നു വരുന്ന അനുഭവത്തിന് സഹായകമായിരിക്കും. അനുഭവങ്ങളെല്ലാം വീണ്ടും സ്മൃതിയെ ഉണ്ടാക്കും, സ്മരണകളെ ഉണ്ടാക്കുന്നു. ഈ കൽപ്പനകൾ പ്രത്യക്ഷമായി ഒന്നിനെ അനുഭവിക്കുന്നു, കാണുന്നു, കേൾക്കുന്നു, രുചിക്കുന്നു, മണക്കുന്നു, സ്പർശിക്കുന്നു. അവിടെയെല്ലാം പ്രത്യക്ഷമായ അനുഭവങ്ങൾ. ആ അനുഭവങ്ങൾ നിൽക്കേ തന്നെ അവന്റെ മനസ്സവിടെ പോകുന്നു, അതിനെ സംബന്ധിച്ചുള്ള സ്മരണയിലേക്ക് പോകുന്നു. മനോരഥങ്ങൾ എല്ലാം സ്മരണകളാണ്. പൂർവാനുഭവങ്ങളെ സ്പർശിച്ചു വരുന്ന സ്മരണകൾ, അതിനെ തുടർന്നു വരുന്ന ഭാവനകൾ, ഇതെല്ലാം അനുഭവങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണോ അനുഭവങ്ങൾ അതിനോട് ചേർന്ന് വരുന്ന സ്മരണകൾ, ഇതിനെല്ലാം ആശ്രയിച്ചുകൊണ്ടുവരുന്ന ഭാവനകൾ. ഭാവനയിൽ എന്തും അനുഭവപ്പെടാത്തതിനെയും ഭാവനയെ, അനുഭവിച്ചതിനെ സ്മരിക്കാൻ പറ്റും. ഈ ഭാവനയും സ്മരണകളും ഇതെല്ലാം അത് അനുഭവമായാലും ശരി, സ്മരണയായാലും ശരി, എല്ലാം കൽപ്പന തന്നെയാണ്. ഇവിടെ പറയുന്നത് ജീവന്റെ കൽപ്പനകളാണ്. ഏറ്റവും വലിയ അനുഭവമായാലും ശരി, അതും ജീവന്റെ കൽപ്പന തന്നെയാണ്. എന്തിനെ സംബന്ധിച്ചുള്ള അനുഭവമായാലും ശരി, ആത്മാവിനെ സംബന്ധിച്ചുള്ള അനുഭവമായാലും ശരി, അനാത്മാവിനെ സംബന്ധിച്ച് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അതായാലും ശരി, എല്ലാം ജീവന്റെ കൽപ്പനകളാണ്. അതിനി പറയും, അടുത്ത് വരുന്ന ഭാഗത്തിൽ പറയും. ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നവർക്ക്, ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് പലതരത്തിലാണ് അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാവർക്കും ഒരേ തരത്തിലല്ല. ഒരാൾ പറയുന്നു ഞാൻ സത്യത്തെ അന്വേഷിക്കുന്നു, ഞാൻ സത്യം അന്വേഷിക്കുകയാണ്, ആത്മാവിനെ അന്വേഷിക്കുന്നു, പരമാർത്ഥത്തെ അന്വേഷിക്കുന്നു. ഈ അന്വേഷണങ്ങളിലെല്ലാം ഈ അന്വേഷണങ്ങൾക്ക് അയാൾ അവലംബിക്കുന്ന എന്ത്? തന്റെ കൽപ്പനകളെയാണ്. കൽപ്പനയിൽ നിന്നും മായാകാര്യങ്ങളായിരിക്കുന്ന കൽപ്പനകളെയാണ് ആശ്രയിക്കുന്നത്. അതിനയാൾ ആർജിക്കുന്ന അനുഭവങ്ങളോ അത് ഈ കൽപ്പനകളിൽ തന്നെ. ഏറ്റവും ഉയർന്ന അനുഭവം എന്ന് പറയുന്നതും കൽപ്പനയാണ്, ജീവന്റെ കൽപ്പനയാണ്. അതിനപ്പുറം ഒരു അനുഭവങ്ങളുമില്ല. ഒരാൾ പറയുന്നത് എനിക്ക് ഇന്ന സമയത്ത് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, അങ്ങനെ ഒന്നും ഉണ്ടായോ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായോ, അത് കൽപ്പന തന്നെയാണ്. ആ കൽപ്പനകളിൽ ഉണ്ടാകും. നമുക്ക് തന്നെ ഉണർന്നിരുന്ന് നമ്മൾ പലതിനെ അറിയുമ്പോൾ അവിടെ യഥാർത്ഥവും അയഥാർത്ഥവുമായിട്ട് തന്നെ അനുഭവങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഈ കൽപ്പനകളിൽ ശ്രേഷ്ഠമായ കൽപ്പനകളും നികൃഷ്ടമായ കൽപ്പനകളും ഉണ്ടാവും. അത് ശരിയാണ്. പക്ഷെ ആത്യന്തികമായി ഇതെല്ലാം കൽപ്പനകൾ തന്നെയാണ്, ഭാവന തന്നെയാണ്. അത് തന്റെ അനുഭവവും സ്മൃതിയും ഈ രണ്ട് രൂപത്തിലും ഇതിനെ അനുസരിച്ച് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതോ ഹേതുകൽപ്പന വിജ്ഞാനാത് ഫലവിജ്ഞാനം തതോ ഹേതുഫലസ്മൃതി തദ്വിജ്ഞാനം തദർത്ഥക്രിയാകാരക തദ്ഫലഭേദ വിജ്ഞാനാനി. ഈ പ്രപഞ്ച അനുഭവത്തെ കുറിച്ച് പറയും. കാരണങ്ങളെക്കുറിച്ചുള്ള കൽപ്പനകൾ മനസ്സിൽ വരുന്നു. ഭക്ഷണത്തെക്കുറിച്ച് കൽപ്പന വരുന്നു. ഫലവിജ്ഞാനം, അതിന്റെ ഫലത്തെക്കുറിച്ചുള്ള അറിവ് വരുന്നു. എന്താണോ ഭക്ഷണം കഴിച്ചാൽ തൃപ്തി ഉണ്ടാകുന്നു. ഹേതുവിനെയും ഫലത്തിനെയും കുറിച്ചുള്ള വിജ്ഞാനങ്ങൾ. തതോ ഹേതു ഫലസ്മൃതി, ഉടൻ അവൻ അതിനെക്കുറിച്ചുള്ള സ്മരണകളുണ്ടാകുന്നു. ഭക്ഷണത്തെ സ്മരിക്കുന്നു, ഭക്ഷണം കഴിച്ചുണ്ടായ സുഖാനുഭവത്തെ സ്മരിക്കുന്നു. ഉടൻ അതിനെക്കുറിച്ചുള്ള വിജ്ഞാനം, അറിവുണ്ടാകുന്നു. അതെങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ നേടാം, അതെങ്ങനെ അനുഭവിക്കാം, അതിൽ നിന്നെങ്ങനെ തൃപ്തി ഉണ്ടാകുന്നു. തദർത്ഥ ക്രിയാകാരക, അതിനനുസരിച്ചുള്ള കർമ്മകലാപങ്ങൾ അവൻ ഏർപ്പെടുന്നു. എങ്ങനെയല്ല അത് സമ്പാദിക്കാം.
അനുഭവ സ്മൃതികളിൽ നിന്നും ഒരുവൻ പ്രവൃത്തി ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ടാണ് പറഞ്ഞത് ഭക്ഷണവും തൃപ്തിയും. ഭക്ഷണമെന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാര്യമല്ല, അതിനോടനുബന്ധിച്ച് വളരെ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. അതിന്റെ ഫലമെന്ന് പറയുന്നത് ആത്യന്തികമായി അത് അനുകൂലമായി വന്നാൽ തൃപ്തിയാണ്, പ്രതികൂലമായി വന്നാൽ ദുഃഖവും വരാം. അതിനെ സംബന്ധിച്ച് അനന്തമായ കർമ്മങ്ങൾ നടക്കുന്നു. അതാണ് തദർത്ഥ ക്രിയാകാരക തദ്ഫലഭേദ വിജ്ഞാന. അതിനോടനുബന്ധിച്ച് വരുന്ന അനേക അനുഭവങ്ങൾ, അനേക സ്മരണകൾ. ഇതുപോലെ ഈ പ്രപഞ്ചാനുഭവങ്ങളിലെല്ലാം ഹേതുഫലങ്ങളെക്കുറിച്ചുള്ള അനുഭവങ്ങളും സ്മൃതികളും അതിനെ ആശ്രയിച്ചു വരുന്ന പ്രവൃത്തിയും ഇത് സർവവും ജീവന്റെ കൽപ്പനയാണ് എന്നാണ്. സ്മൃതി തത് സ്മൃതേശ പുനസ്തത് വിജ്ഞാനാനി. അങ്ങനെ കർമ്മങ്ങളിൽ നിന്ന് കർമ്മങ്ങൾ തന്നെ തുടർന്നു വരുന്ന ജ്ഞാനസ്മൃതികൾക്ക് ഹേതുവായിത്തീരും. കാരണം ഭക്ഷണം കഴിച്ചു, തൃപ്തി നേടി, അവിടെ കർമ്മമുണ്ട്. ഭക്ഷണം കഴിക്കുക, ഭക്ഷണത്തെ ആർജിക്കുക, ഇതെല്ലാം കർമ്മമാണ്. ഈ കർമ്മങ്ങൾ തന്നെ വീണ്ടും അവന് ജ്ഞാനത്തിന് സ്മൃതിക്കും കാരണമായി തീരുന്നു. വീണ്ടും ആ കർമ്മം തന്നെ അവനെ പ്രേരിപ്പിക്കുന്നു. എന്താണ്? ഇത് തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യണം, ഈ കർമ്മങ്ങളാണ് ഇനി സുഖത്തിന് കാരണമായി തീരുന്നത്. ഈ തരത്തിലുള്ള അനുഭവങ്ങൾ, പഴയ സുഖ അനുഭവങ്ങളുടെ സ്മൃതി, ഇതെല്ലാം കൂടി കൂടിക്കലർന്നു അനുഭവം, സ്മൃതി, കർമ്മം പരസ്പരം കാര്യകാരണ രൂപത്തിൽ അനുഭവപ്പെടുന്നതാണ് ഈ ജീവന പ്രപഞ്ചം. അതുകൊണ്ട് ഇതെല്ലാം ജീവകൽപ്പനയാണ് എന്ന് പറയുന്നു, ഈ ഹേതുഫല രൂപത്തിലുള്ള ഈ പ്രപഞ്ചം. അപ്പോൾ ഈ തുര്യന്റെ കൽപ്പനയിൽ ജീവൻ പലതും കൽപ്പിക്കുന്നു. തുര്യൻ ഇതെല്ലാം കൽപ്പിച്ചു, ഇതെല്ലാം കൽപ്പനാരൂപത്തിൽ സൃഷ്ടിച്ചു, ജീവനെയും സൃഷ്ടിച്ചു. അവന്റെ ജ്ഞാനത്തിന് സ്മൃതിക്കും പ്രവൃത്തിക്കും വേണ്ടതെല്ലാം സൃഷ്ടിച്ചു. അവിടെ ജീവൻ ഇതിനെല്ലാം ആശ്രയിച്ചു. ആ തുര്യ സൃഷ്ടിയെ ആശ്രയിച്ചുകൊണ്ട് അവന്റേതായ കൽപ്പനകളിൽ അവനും പലതും സൃഷ്ടിക്കുന്നു. ഇത്യവും ബാഹ്യാൻ ആധ്യാത്മികാംശ ഇതരേതര നിമിത്ത നൈമിത്തിക ഭാവേന അനേകഥാ കൽപ്പയതേ. നിമിത്ത നൈമിത്തിക രീതിയിൽ കാര്യകാരണ രൂപത്തിൽ സർവത്തെയും കൽപ്പിക്കുന്നു. വാസ്തവത്തിൽ കാര്യകാരണ ശൂന്യമായിരിക്കുന്ന തന്നിൽ കാര്യകാരണഭാവങ്ങളെല്ലാം അവൻ കൽപ്പിക്കുന്നു. അതാണ് അവന്റെ സംസാരം. ഈ സംസാരം എന്ന് പറയുന്നത് ഇവിടെ കേവലം കൽപ്പന മാത്രമാണ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അത് പരമാർത്ഥമല്ല. അത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ആത്യന്തികമായ സർവവും ആ തുര്യന്റെ കൽപ്പനയാണ്, അല്ലെങ്കിൽ അന്തര്യാമിയുടെ കൽപ്പനയാണ്. ജീവം കൽപ്പയതേ പൂർവം തതോ ഭാവാൻ പൃഥഗ്വിധാൻ ബാഹ്യാൻ ആധ്യാത്മികാംശ്ചൈവ യഥാ വിദ്യസ്തഥാ സ്മൃതി. അനിശ്ചിത യഥാ രജ്ജോ അന്ധകാരേ വികൽപിത സർപ്പധാരാദിഭിർഭാവേർ അദ്വൈതാത്മാ വികൽപിത. തത്ര ജീവകൽപ്പന സർവകൽപ്പന മൂലം ഇത്യുക്തം. സൈവ ജീവകൽപ്പന കിന്നിമിത്തേതി ദൃഷ്ടാന്തേ പ്രതിപാദയതി. ആമുഖമായി പറയുകയാണ്, ജീവകൽപ്പനയാണ് സർവകൽപ്പനകൾക്ക് മൂലമായിരിക്കുന്നത്. കാരണം ജീവന്റെ കൽപ്പനകളാണ് നമുക്ക് അനുഭവമുള്ളത്. കാരണം നമ്മൾ ജീവന്മാരാണ്, നമ്മൾ പലതും കൽപ്പിക്കുന്നു, ഇക്കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഈ ജീവഭാവം അതെവിടെ നിന്ന് വന്നു?
ഈ സർവകൽപ്പനകൾക്ക് മൂലമായിരിക്കുന്ന ജീവഭാവം എവിടെ നിന്ന് വന്നു? അതാണ് സൈവ ജീവകൽപ്പന കിന്നിമിത്ത. ആ ജീവകൽപ്പന എങ്ങനെ സംഭവിച്ചു? പ്രതിപാദ്യതി യഥാലോകേ സ്വീനരൂപേണ അനിശ്ചിത അനവധാരിത ഏവമേവ ഇതി രജ്ജു മന്ദാന്തകാരേ കിം സർപ്പ ഉദക ധാര ദണ്ഡ ഇതിവ അനേകഥാ വികൽപ്പിതാ ഭവതി പൂർവം സ്വരൂപ അനിശ്ചയ നിമിത്തം. രജ്ജു എന്താണെന്ന് വ്യക്തമായി ധരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും കൽപ്പന വരത്തില്ല. രജ്ജുവിനെ ശരിയായി ധരിച്ചവന് സർപ്പകൽപ്പനയില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അത് മനസ്സിലാക്കാത്തതുണ്ട്. സേനരൂപേണ അനിശ്ചിത അനവധാരത, ഇന്നതാണെന്ന് വ്യക്തമായി ധരിക്കാത്തതുകൊണ്ട്, യവമേവി ഇന്നതാണ് രജ്ജു എന്ന് ധരിക്കാത്തതുകൊണ്ട് രജ്ജു മന്ദാന്ധകാരേ, ആ മന്ദാന്ധകാരത്തിൽ സർപ്പമായിട്ടോ ഉദകധാരയായിട്ടോ നീരൊഴുക്കായിട്ടോ ദണ്ഡമായിട്ടോ വടിയായിട്ടോ അനേകഥാ വികൽപ്പിതാപ്പോയി പലതരത്തിൽ അനുഭവപ്പെടാം. ഇന്ന രീതിയിൽ തന്നെ അത് അനുഭവപ്പെടണമെന്നു എന്തെങ്കിലും ഒന്നിനെ ആശ്രയിച്ചുള്ള പലതരത്തിലുള്ള തോന്നലുകൾ നിരന്തരം നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രജ്ജു സർപ്പം എന്ന് പറയുന്നത് എടുക്കണ്ട, പ്രതീക്ഷണമുള്ള നമ്മുടെ അനുഭവങ്ങളിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പലതരത്തിൽ ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണമായി നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും ഒരുപോലെയല്ല ധരിക്കുന്നു. എന്താണോ അതിന്റെ വാസ്തവം ആ രീതിയിലല്ല. ഓരോരുത്തരും അവരവരുടെ ഭാവനയ്ക്കും സങ്കല്പങ്ങൾക്കും അനുസരിച്ച് പലതായി ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മൾ കേൾക്കുന്ന എല്ലാ ശബ്ദത്തിനും രൂപത്തിനും രസത്തിനും ഗന്ധത്തിനും സ്പർശത്തിനുമെല്ലാം. ഒന്നിനെയും നമ്മൾ അതായി ഗ്രഹിക്കുന്നില്ല. അങ്ങനെ അതായി ഗ്രഹിച്ചിരുന്നെങ്കിൽ എല്ലാ ജീവന്മാർക്കും ഒരേ കാലത്തിൽ ഒരേ അനുഭവങ്ങൾ ഉണ്ടാകണമായിരുന്നു. അങ്ങനെയല്ല ഉണ്ടാകും. ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഒന്നിനെ തന്നെ നമ്മൾ പലതായി ധരിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രാപഞ്ചികമായ കാര്യങ്ങളെ തന്നെ ഓരോരുത്തരും. ഈ പ്രപഞ്ചാനുഭവത്തിൽ സർവ്വജീവന്മാരും പ്രതിക്ഷണം ഭ്രമത്തിലാണ്. ഒന്നിന്റെയും യാഥാർത്ഥ്യം ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഭൗതികമായ വസ്തുക്കൾ തന്നെ. ആത്മാവിനെ സംബന്ധിച്ചുള്ള ഭ്രമത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് രജ്ജുവിലെ സർപ്പഭ്രമത്താണ്. ഈ രജ്ജുസർപ്പം എന്ന് പറഞ്ഞ് കൃത്രിമമായ ഒരു അനുഭവത്തെ നമ്മളെ ബോധിപ്പിക്കുന്നു എന്ന് നമുക്ക് ധരിച്ചു. അങ്ങനെയല്ല. അത് വളരെ പ്രസിദ്ധമായ ഒരു ഉദാഹരണത്തെ എടുത്തുവെന്നേ ഉള്ളൂ. നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ ഉണരുന്നതുവരെയുള്ള നമ്മുടെ പ്രപഞ്ചാനുഭവം ഒരു സ്ഥലത്ത് നമുക്ക് യഥാർത്ഥമായി ഒന്നിനെയും ബോധിക്കാൻ കഴിയുന്നു. സർവത്ര നമുക്ക് രജ്ജുസർപ്പഭ്രാന്തിയാണ്. പക്ഷെ അത് നമുക്ക് തന്നെ സ്വയം അത് വ്യക്തമല്ല. അതുകൊണ്ട് നമ്മൾ രജ്ജുസർപ്പഭ്രാന്തി എന്ന് പറയുന്ന ഒന്ന് പറയുമ്പോഴേ നമുക്കത് മനസ്സിലാകുന്നു. ഒരിക്കലും ഒരുവൻ വേറൊരുവനെ അവന്റെ രീതിയിൽ അറിയുന്നില്ല. തന്റെ സങ്കല്പം അനുസരിച്ച് തന്റെ ഭാവന അനുസരിച്ച് അറിയുന്നു. ഒരിക്കലും ഒരാൾ ഒരു വസ്തുവിനെ അതിന്റേതായ രീതിയിൽ മനസ്സിലാക്കുന്നില്ല. അത് ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ സംബന്ധിച്ച് അതാണല്ലോ പല രൂപത്തിലും ഇരിക്കുന്നത്. അതിനെ സംബന്ധിച്ചെല്ലാം ഭ്രമത്തിലാണ് ജീവന്മാർ. ഒന്നിനെ യഥാർത്ഥമായി അറിയാത്തതുകൊണ്ട് ആ ഭ്രമത്തിലാണ്. അനേകഥാ വികൽപ്പിതാ ഭവതി, അനേക തരത്തിൽ ഉള്ള വികല്പങ്ങളിലാണ് നമ്മൾ എപ്പോഴും കഴിയുന്നത്. ഞാൻ ഇന്ന വസ്തുവിനെ യഥാർത്ഥമായി അറിയുന്നു ഒന്നിനെ സംബന്ധിച്ചും അവസാനമായി നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളൊരു വസ്തുവിന്റെ കുറെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരിക്കും. പക്ഷെ അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കാത്ത യാഥാർത്ഥ്യങ്ങളും അതിൽ കാണും. അതിൻ്റെ അർത്ഥം നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നില്ലെന്നാണ്. നമ്മൾ മനസ്സിലാക്കാത്ത ഭാവങ്ങളിൽ നമ്മളുടെ അനുഭവങ്ങൾ ഭ്രമമായിരിക്കും. അതുകൊണ്ട് ഈ ഒരു അനുഭവം, പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് യഥാർത്ഥം എന്നുള്ളതിനേക്കാൾ ഉപരി ഭ്രമാത്മകമാണ് സദാ. അനേകതാ വികൽപ്പിതാ ഭവതി.
പൂർവം സ്വരൂപ അനിശ്ചയ നിമിത്തം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ സർപ്പം അത് അതേ രീതിയിൽ വെളിപ്പെടുന്നില്ല. അതുപോലെ ഒരു വസ്തുവും അതേ രീതിയിൽ നമ്മൾ വെളിപ്പെടുന്നില്ല. അതല്ലേ നമ്മൾ സയൻസ് എന്ന് പറയുന്നത് എന്താണ്? അത് ഓരോ വസ്തുവിനെയും സംബന്ധിച്ച് പഠിക്കുകയാണ്, നിരീക്ഷണം നടത്തുകയാണ്, അതിൽ ഗവേഷണം നടത്തുകയാണ്. എന്തുകൊണ്ട് ഗവേഷണം നടത്തേണ്ടി വരുന്നു? ഏത് വസ്തുവിനെ എടുത്താലും അത് ശരിയായ രീതിയിൽ നമുക്ക് അനുഭവപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ അവിടെ ഗവേഷണത്തിന്റെ ആവശ്യമില്ല. ഭൗതികമായ ഏതൊരു പദാർത്ഥവും എടുത്തിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട്? അതെങ്ങനെയാണോ ഇപ്പോൾ നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നത് അത് ഇതിന്റെ യഥാർത്ഥമായ സ്ഥിതിയല്ല. അതുകൊണ്ട് അതിന്റെ യഥാർത്ഥമായ സ്ഥിതിയെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുകയാണ്. അതാണ് നമ്മൾ ഗവേഷണമെന്ന് പറയുന്നത്, പഠനമെന്ന് പറയുന്നത്. ആ ഭ്രമത്തിനെ പിന്തുടർന്നാണ് നമ്മൾ പുതിയ പുതിയ നിഗമനങ്ങളിലൊക്കെ എത്തുന്നത്. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു, ശാസ്ത്രീയമായി പഠിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു? ഇന്നുള്ള നമ്മുടെ അതിനെ സംബന്ധിച്ചുള്ള നിഗമനങ്ങളിൽ നിന്നും കുറച്ചുകൂടി നമ്മൾ വ്യക്തതയുണ്ടെന്ന് ധരിക്കുന്ന പുതിയ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നു. വീണ്ടും അവിടെ നിന്ന് മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഓരോന്നും ഭ്രമമാണ്. ഒരു ഭ്രമത്തിൽ നിന്ന് വേറൊരു ഭ്രമത്തിലേക്ക് പോകുന്നു. ഒരു വസ്തുവിനെ കാണുമ്പോൾ തന്നെ അതിന്റെ യഥാർത്ഥമായ ജ്ഞാനം നമുക്കുണ്ടെങ്കിൽ പിന്നെ അവിടെ നമ്മുടെ ജിജ്ഞാസ ശമിക്കും. പിന്നീട് നമ്മൾ അതിനെ സംബന്ധിച്ചൊരു ഗവേഷണത്തിന് മുതിരത്തില്ല. ഈ പ്രപഞ്ചം മുഴുവൻ പഠന വിഷയമായിരിക്കണം നമുക്ക് എന്ന് പറയാൻ എൻ്റെ അർത്ഥം എന്താണോ? ഈ പ്രപഞ്ചത്തിൽ ഒന്നിനെക്കുറിച്ച് നമുക്ക് യഥാർത്ഥമായ ജ്ഞാനമില്ല. അതാണ് ഇവിടെ പറയുന്നത്. യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു, പക്ഷെ അതിന് നമുക്ക് തൃപ്തി വരുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും ഇത് അവസാനിക്കാതെ പോകുന്നത്. ഭ്രമാത്മകമായ അന്വേഷണവും ഭ്രമാത്മകമായ കണ്ടെത്തലും, ഇതാണ് ശാസ്ത്രം, സയൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഒരിടത്തും നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് അവിടെ വിശ്രമം ഉണ്ടാകുന്നില്ല. കാരണം വീണ്ടും മനസ്സിൽ ജിജ്ഞാസ നിൽക്കും, ഇനി എന്താണ്? ഇതുവരെ അറിഞ്ഞത് പൂർണ്ണമായെങ്കിൽ പിന്നെ ഇനി എന്താണെന്നൊരു അന്വേഷണം വരത്തില്ലല്ലോ. അപ്പോൾ അനേകഥ ഉള്ള വികല്പങ്ങളാണ്. ഓരോ കണ്ടെത്തലുകളും വികല്പങ്ങളാണ്. സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാലോ ജിജ്ഞാസ ശമിക്കും. അതാണ് രജ്ജുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ജിജ്ഞാസ ശമിക്കും. ഇത് രജ്ജുവാണോ? ആത്യന്തികമായ ജിജ്ഞാസയല്ല, ആ വിഷയത്തിൽ അവന് ബോധ്യം വരുന്നു. അവന് വീണ്ടും രജ്ജുവിനെ കുറിച്ച് സംശയം ഉണ്ടാവും. എന്തുകൊണ്ട്? പ്രാപഞ്ചികമായ ഒരു അനുഭവം യഥാർത്ഥമല്ലാത്തതുകൊണ്ട്. അതല്ല ഇവിടെ പറയുന്നു. ഒരു ഭ്രമസ്ഥലം, വ്യക്തമായ ഒരു ഭ്രമസ്ഥലത്ത് അതിന്റെ അധിഷ്ഠാനം എന്താണെന്ന് കണ്ടുകഴിഞ്ഞാൽ അവിടെ അവൻ ഉടൻ തന്നെ ആ ഭ്രമം മാറി അവന് നിശ്ചിത ബുദ്ധി വരും. ആ വിഷയത്തെ വീണ്ടും അവന് അറിയാൻ ശ്രമിക്കാം, ജിജ്ഞാസ ഉണ്ടാകാം. ജിജ്ഞാസ ഉണ്ടാകുന്നു. അപ്പം മനസ്സിലാക്കണം എന്താണോ? അവിടെ അവൻ ഭ്രമത്തിലാണ്. ഭ്രമമാണ് ജിജ്ഞാസയ്ക്ക് കാരണം. അതാണോ സർവ്വസംശയങ്ങളും ഒടുങ്ങുന്നു എന്ന് പറയുന്നു. ആത്മബോധത്തിൽ അവന് സർവ്വ സംശയങ്ങളും ഒടുങ്ങുന്നു. എന്തുകൊണ്ട്? യഥാർത്ഥമായ അത് മാത്രമേ ഉള്ളൂ. അവിടെ മാത്രമേ സർവ്വ സംശയങ്ങളും ഒടുങ്ങത്തുള്ളൂ. അതുവരെ നമ്മൾ എന്തെല്ലാം കണ്ടെത്തിയാലും എന്തെല്ലാം അന്വേഷിച്ചാലും സംശയങ്ങൾ ഒടുങ്ങത്തില്ല. അതെല്ലാം ഭ്രമമായിരിക്കും. ഭ്രമത്തിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്, അത് സംഭവിക്കും. ഒന്നും സത്യാനുഭവമല്ല. സത്യാനുഭവത്തിലാണെങ്കിലോ അതിന്റെ അടയാളം എന്താണ്? അവിടെ സംശയങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുന്നു, അജ്ഞാനം പൂർണ്ണമായും ഇല്ലാതാകുന്നു, സർവ്വ ചോദ്യങ്ങളും അവിടെ അവസാനിക്കുന്നു. പിന്നെ ആ വിഷയത്തിൽ ചോദ്യങ്ങളില്ലാതെ വരുന്നു. ഭൗതികമായ ഒരു വിഷയത്തിലും അങ്ങനെ ഉണ്ടാകത്തില്ല. അവിടെ ഏത് കണ്ടെത്തലുകളായാലും ശരി, വീണ്ടും ചോദ്യം അവശേഷിക്കും. അതാണ് കൂടുതൽ കണ്ടെത്തലിന് നമ്മളെ പ്രേരിപ്പിക്കുന്നത്.
പ്രപഞ്ചാനുഭവത്തെക്കുറിച്ചുകൂടെ അതാണ് പറയുന്നത്. അനേക തരത്തിൽ ഉള്ള വികല്പങ്ങളാണത്. ഭ്രമമാണോ അല്ലെങ്കിൽ സംശയമാണോ? എന്തുകൊണ്ട് സ്വരൂപാനിശ്ചയ നിമിത്തം അവിടെ സ്വരൂപനിശ്ചയം ഉണ്ടാകുന്നില്ല, ആത്മനിശ്ചയം ഉണ്ടാകുന്നില്ല. ആത്മനിശ്ചയത്തിൽ സർവ്വ സംശയങ്ങളും അവസാനിക്കുന്നു എന്നർത്ഥം. അപ്പൊ ഇപ്പോൾ നമ്മൾ ആത്മാവിനെ കുറിച്ച് ധരിക്കുന്നു പലതും. നമ്മൾ ബുദ്ധി കൊണ്ട് ധരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിക്കപ്പുറം എന്തെങ്കിലും അനുഭവങ്ങളുണ്ടായി. ആത്മാവിനെ സംബന്ധിച്ച് അതീന്ദ്രിയമായോ അല്ലെങ്കിൽ അലൗകികമായോ നമുക്ക് പറയാൻ വയ്യാത്തതോ ആയ എന്തെങ്കിലും അനുഭവങ്ങൾ നമുക്കുണ്ടായി. ആ അനുഭവത്തെ സംബന്ധിച്ച് ഇവിടെ പറയും പലരുടെ അനുഭവം പലതാണ്. സത്യം എന്താണെന്ന് അന്വേഷിച്ചാൽ ഈ കാണുന്നത് തന്നെ, പ്രപഞ്ചം തന്നെ സത്യമാണെന്നും ചിലർക്ക് അനുഭവപ്പെടാം. സ്ഥൂലവും സൂക്ഷ്മവും കാലവും ദേശവും ഓരോന്നും സത്യമാണെന്ന് അനുഭവപ്പെടാം. അപ്പൊ സത്യം നിശ്ചയം എങ്ങനെ വരും? കാരണം ഇതെല്ലാം മനസ്സിന്റെ അനുഭവങ്ങളാണ്, മനസ്സിന്റെ കണ്ടെത്തലുകളാണ്. നമുക്ക് സംഭവിച്ചത് സത്യാനുഭവമാണോ എന്നെങ്ങനെ അറിയും? ആണ് ശ്രുതി എന്ന് പറയുന്നതാണ് ചിദ്യന്തേ സർവസംശയാഹ. സർവസംശയങ്ങളും അവസാനിക്കുന്നു, പിന്നീടൊരു സംശയവും അതിൽ ഉയർന്നു വരുന്നു. അതാണ് സത്യാനുഭവം എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മൾക്ക് എന്ത് അലൗകികമായ അനുഭവങ്ങളുണ്ടായാലും ശരി, അത് സമാധി അനുഭവം വരെ ആയിക്കോട്ടെ, ആ വിഷയത്തിൽ വീണ്ടും ഏതെങ്കിലും സംശയം വരികയാണെങ്കിൽ എന്താണ്, നമ്മുടെ അനുഭവം ഭ്രമാത്മകമായിരുന്നു, പൂർണ്ണമായിരുന്നില്ല. അതുകൊണ്ട് സത്യാനുഭവത്തിന് ഒരിക്കലും മറ്റൊരു പ്രമാണത്തിന്റെ ആവശ്യമില്ല, മറ്റൊരാളുടെ അംഗീകാരത്തിന്റെ ആവശ്യമില്ല. എനിക്ക് ആത്മാനുഭവം ഉണ്ടായി, എനിക്കുണ്ടായത് ആത്മാനുഭവമാണെന്ന് വേറൊരാളുടെ അടുത്ത് ചോദിച്ച് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ അനുഭവം പൂർണ്ണമായിരുന്നില്ല, അതിലെന്തൊക്കെ അപൂർണതകളുണ്ടായി, ആ അപൂർണതകളെ പരിഹരിക്കാൻ പോയി എന്നുള്ളതാണ്. സത്യ അനുഭവത്തെ പരിഹരിക്കാനല്ല, തനിക്കുണ്ടായ അനുഭവത്തിലെ അപൂർണതകളെ പരിഹരിക്കും. ഒരാൾക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായാൽ ഗുരുവിനോട് ചോദിക്കും, ഇത് ശരിയാണോ? സ്വയം അയാൾക്ക് നിശ്ചയിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഗുരുവിനെ ആശ്രയിക്കുന്നത്. ഗുരു പറയുന്നു അത് ശരിയല്ല, പോരാ, നീ എത്തേണ്ടിടത്ത് എത്തിയില്ല. അങ്ങനെ സംഭവിക്കാം. എന്തുകൊണ്ട്? അവിടെയെല്ലാം തന്റെ അവിടെ പൂർത്തീകരണം തന്നിൽ സംഭവിച്ചിട്ടില്ല. തന്നിൽ സംഭവിച്ചാൽ അവിടെ പിന്നെ ഗുരു നൈവശിഷ്യ അടുത്ത് പറയും രീതിയിലാവും. അവിടെ പിന്നെ മറ്റൊന്നിൽ നിന്നും, അതുകൊണ്ടാണ് പറയുന്നത് പരമമായ സത്യത്തെ വെളിപ്പെടുത്തുന്ന വേദം പോലും സത്യദർശിയെ സംബന്ധിച്ച് പ്രമാണമല്ല. വേദത്തിന് അവൻ പ്രമാണമാണ്, അല്ലാതെ അവന് വേദം പ്രമാണമല്ല എന്ന് പറയും. അവനെ ആശ്രയിച്ചിട്ടാണ് വേദം നിലനിൽക്കുന്നത്. വേദത്തെ ആശ്രയിച്ചൊന്നും പ്രമാണീകരിക്കേണ്ട ആവശ്യം ഒരു സത്യദർശിക്കില്ല. അതുകൊണ്ട് ആ നിശ്ചിന്തത, സംശയരാഹിത്യം, ബ്രഹ്മരാഹിത്യം, അത് എങ്ങനെ ഇവിടെ പറയുന്നത്? അസ്വരൂപ നിശ്ചയം കൊണ്ടാണ്. അസ്വരൂപ നിശ്ചയത്തിൽ അവിടെ പറയുന്ന എന്താണ്? സർവസംശയങ്ങളും ചിദ്യന്തേ സർവസംശയാഹ. അത് അവിടെ തീരുന്നു എന്നാണ്. അത് വിശദീകരിക്കുന്ന രീതി പൂർവമേവ രജ്ജുസ്വരൂപേണ നിശ്ചിതാസ്യ പിന്നെ സർപ്പാദി വികല്പോ ഭവിഷ്യ. ആർക്കാണോ രജ്ജുവിനെ കുറിച്ച് ബോധ്യമുള്ളത് അവിടെ പിന്നെ അയാൾക്ക് അതിനെക്കുറിച്ച് മറ്റൊന്നും തോന്നുന്നില്ല. അത് സർപ്പമാണെന്നോ നീർച്ചാലാണെന്നോ വടിയാണെന്നോ പൂമാലയാണെന്നോ ഒന്നും തോന്നുന്നില്ല. സർപ്പത്തെ അയാൾ സർപ്പമായി തന്നെ കാണുന്നു. തന്റെ സ്വരൂപത്തെ പരമാർത്ഥമായും സത്യമായും തന്നെ ഗുരുവൻ കാണുന്നു. അവനെ സംബന്ധിച്ച് മറ്റ് അവിടെ വികല്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രപഞ്ചാനുഭവം ഇല്ലെന്നല്ല. മരീചിക ജലമല്ല എന്ന് ബോധ്യപ്പെട്ടാലും അതിന്റെ
പ്രതീതി കാണുന്നത് പോലെ പ്രപഞ്ചാനുഭവം സത്യദർശിക്ക് നിൽക്കാമെന്ന് പറയുന്നുണ്ട്. പ്രപഞ്ചം ഇല്ലാതായി പോവുകയല്ല. രജ്ജുവിലെ സർപ്പം രജ്ജുവിനെ ബോധിച്ചാൽ മറന്നുപോകും, ഇല്ലാതായിത്തീരുന്നു. പക്ഷെ മരുമരീചികയിൽ പ്രതീതിയും മായുന്നില്ല. അതുപോലെ പ്രപഞ്ചാനുഭവം നിന്നാലും അവൻ ഭ്രാന്തനല്ല, അവനിൽ സംശയമില്ല. എന്തിനെ സംബന്ധിച്ച്? പ്രപഞ്ചകാര്യങ്ങളെ സംബന്ധിച്ചല്ല, സ്വസ്വരൂപത്തെ സംബന്ധിച്ച് അതിന് സംശയമില്ല എന്നാണ്. നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടായി, നിങ്ങളത് മറ്റൊരാളോട് പോയി ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അനുഭവം യഥാർത്ഥമായിരുന്നില്ല എന്നാണ്. യഥാർത്ഥമാണെങ്കിൽ ആ അനുഭവത്തിൽ സംശയവും ഭ്രാന്തിയും ഒന്നും നിലനിൽക്കത്തില്ല, അത് പരമാർത്ഥമായിരിക്കും എന്നാണ്. പിന്നെ മഹാത്മാക്കൾ ഇത്തരം അനുഭവങ്ങൾ ഉള്ളവർ തന്നെ പലപ്പോഴും ശാസ്ത്രത്തെയും മറ്റും അവലംബിക്കാറുണ്ട്. അത് രണ്ടു തരത്തിലാണ്. ഒന്നെന്താണ്? പൂർവാചാര്യന്മാരുടെ ആ പരമ്പരയെ അംഗീകരിക്കുന്നതിന് വേണ്ടി അവരങ്ങനെ ചെയ്യും. മറ്റൊന്നതിനു വേണ്ടി പരന്മാരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പൂർവാചാര്യ സമ്മതമായ ശാസ്ത്രീയമായ ഉപായങ്ങൾ സ്വീകരിക്കും. അതൊക്കെ സംഭവിക്കും, അതൊക്കെ വ്യവഹാരമാണ്. ആത്മനിഷ്ഠമായ അനുഭവത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളല്ല. പലരുടെയും ചരിത്രത്തിലൊക്കെ നമ്മളങ്ങനെ കേട്ടിട്ടുണ്ട്. അവർ ആത്മനിഷ്ഠന്മാരായിരുന്നിട്ടും വീണ്ടും ഗ്രന്ഥം അധ്യയനം ചെയ്തു എന്നും മറ്റും പറയുന്നു. അതെല്ലാം എന്തിനു വേണ്ടി? ഇതിന്റെ ശാസ്ത്രീയത, വ്യാവഹാരികമായ ഇതിനൊരു ശാസ്ത്രീയതയുണ്ട്, സത്യത്തെ ബോധിപ്പിക്കുന്നതിന്. അതിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി മാത്രമാണ്, തന്റെ ആത്മനിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടല്ല. ആത്മനിഷ്ഠ നിരപേക്ഷമാണ്. അതൊരു ശാസ്ത്രത്തെയും ഒരു സമ്പ്രദായത്തെയും ആശ്രയിച്ച് നിലനിൽക്കുന്നതല്ല. ശാസ്ത്രവും സമ്പ്രദായവും ഒക്കെ പരബോധനത്തിനാണ് അതൊക്കെ വേണ്ടി വരുന്നത്, മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി കാര്യങ്ങൾ. അതിനുവേണ്ടി ചിലപ്പോൾ അവരതിന് പ്രപഞ്ചത്തിൽ നിന്ന് പലതും സ്വീകരിക്കുന്ന പോലെ ശരീരം നിലനിൽക്കുന്നതിന് വേണ്ടി ഭക്ഷണം കഴിക്കുന്നു, ലോകസംഗ്രഹ പ്രവൃത്തികൾ പലതും ചെയ്യുന്നു ആത്മനിഷ്ഠയിൽ തന്നെ. അതുപോലെ ശാസ്ത്രത്തെയും മറ്റും സ്വീകരിച്ച് ലോകത്തിനെ ബോധിപ്പിച്ചെന്ന് വരും. അത് സ്വീകരിക്കുന്നത് തനിക്ക് വേണ്ടിയല്ല, ലോകത്തിന് വേണ്ടി. ലോകത്തിന്റെ സംസ്കാരം ശാസ്ത്രീയമാണ്. ലോകത്തിന്റെ ശാസ്ത്രീയമായ സംസ്കാരത്തിനനുസരിച്ച് ശാസ്ത്രത്തെ സ്വീകരിക്കും. അതാണ് മഹാത്മാക്കൾ ശാസ്ത്രത്തെ സ്വീകരിക്കുന്നത്, ആത്മനിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ജ്ഞാനികൾ തന്നെ ഗുരുക്കന്മാരെ സമീപിക്കുന്നതായിട്ടും പലയിടത്തും പറയും. എന്തുകൊണ്ട്? അതും ലോക മര്യാദയെ പാലിക്കുന്നതിന് വേണ്ടി. സമൂഹത്തിലൊരു മര്യാദ, ഒരു സമ്പ്രദായം, ഇതൊക്കെ നിലനിർത്തണം. അതിനു വേണ്ടിയിട്ട് ലോകസംഗ്രഹ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതൊക്കെ സംഭവിക്കും. അതൊന്നും ഒരിക്കലും തന്റെ ആത്മനിഷ്ഠയിൽ സംശയം ഉണ്ടായിട്ടോ അവയൊന്ന് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടില്ല. അതാണ് ഇവിടെ പറയുന്നത്. സ്വരൂപേണ നിശ്ചിതാസ്യ, തന്റെ സ്വരൂപം ഒരുവന് നിശ്ചയമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തെങ്കിലും പൂർത്തീകരണം ശേഷിക്കുന്നില്ല. അതിനുവേണ്ടി അവൻ ഗുരുവിനെ സമീപിക്കുന്നില്ല, ശാസ്ത്രത്തെ സമീപിക്കുന്നില്ല. കാരണം സംശയവും ഭ്രമവും അവിടെ മാറിക്കഴിഞ്ഞു. അതാണ് പല മഹാത്മാക്കളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആത്മബോധത്തോടുകൂടി തന്നെ അവർ ജീവിച്ചിട്ടും വീണ്ടും ഗുരുക്കന്മാരെ സമീപിക്കുന്നതായിട്ടൊക്കെ ചില ചരിത്രങ്ങൾ കാണും. ഇതിനു വേണ്ടിയിട്ടാണ് സമ്പ്രദായ മര്യാദയെ പരിരക്ഷിക്കുന്നതിന് വേണ്ടി ആണ് അങ്ങനെ ചെയ്യുന്നത്. അത് ലോകസംഗ്രഹ പ്രവൃത്തി, ലോകസംഗ്രഹ ബോധം. കാരണം ഈ ശാസ്ത്ര സമ്പ്രദായവും ഗുരു പാരമ്പര്യവും എല്ലാം എന്നും നിലനിൽക്കണം. ആത്മവിദ്യയും അതിനുവേണ്ടി അത്തരം ചില കാര്യങ്ങളെല്ലാം മഹാത്മാക്കൾ ചെയ്തിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ അതൊന്നും ഒരിക്കലും അവരെ ആത്മനിഷ്ഠയിലുള്ള എന്തെങ്കിലും ന്യൂനത കൊണ്ടോ പോരായ്മ കൊണ്ടോ അല്ല. അതൊരുവന്റെ ഉള്ളിൽ പ്രകാശിച്ചാൽ അത് ഒരിക്കലും അതിന് മങ്ങൽ സംഭവിക്കത്തില്ല.
എന്തെങ്കിലും ന്യൂനത സംഭവിക്കത്തില്ല. അതാണ് സ്വരൂപേണ നിശ്ചിതാസ്യ ന സർപ്പാദി വികല്പ അപേക്ഷ. ദൃഷ്ടാന്തത്തിലൂടെ അത് വിശദീകരിക്കുകയാണ്. പിന്നെ അവിടെ ഒരു വികല്പം, പിന്നെ അവിടെ ഒരു സംശയം, പിന്നെ അവിടെ എന്തെങ്കിലും ഒരു പോരായ്മ അതൊരിക്കലും വരത്തില്ല. ശരി ചോദിക്കും, ആത്മബോധം നമുക്കുണ്ടായി, ധ്യാനിച്ചും മനനം ചെയ്തും ശ്രവിച്ചുമൊക്കെ ഉണ്ടായി, വീണ്ടും ഇതും മറയുന്നുണ്ടല്ലോ എന്ന് ചിലർ പറയും. അതിന്റെ അർത്ഥം എന്താണ്? ശരിയാണ്, നമ്മൾ നമ്മുടെ മാർഗത്തിൽ പുരോഗമിച്ചു, നമ്മൾ വളരെ മുന്നോട്ട് പോയി. പക്ഷേ നിരപേക്ഷമായ തലത്തിൽ എന്തോ കാരണവശാൽ നമ്മൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് വീണ്ടും സംശയങ്ങളും ഭ്രമങ്ങളും എല്ലാം വീണ്ടും തുടരുന്നു. സത്യാനുഭവത്തിൽ എങ്ങനെയാണ് സൂര്യമണ്ഡലത്തിൽ ഇരുട്ടില്ല എന്ന് പറയുന്നത് പോലെ അവിടെ ഇതിനൊന്നും യാതൊരു സ്ഥാനമില്ല. അതിന് ഉദാഹരണം പറയുന്നത് അസ്വഹസ്തങ്കുല്യാദിഷു, തന്റെ കൈയുടെ വിരള്. ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണ്. ചിലത്ത് പറയും എന്താണ്, ഉള്ളം കയ്യിലെ നെല്ലിക്കാന്ന് പറയും, ഇവിടെ അങ്കുലി എന്ന് പറയും. അതൊരാൾ സ്പഷ്ടമായി കണ്ടുകൊണ്ടിരിക്കെ അത് സർപ്പമാണെന്ന് ആർക്കും തോന്നാറില്ല. പിന്നെ അവിടെ ഒരു ഭ്രമം അത് സംഭവിക്കാറില്ല. സ്വന്തം വിരലിനെ ഒരാൾ നോക്കിയിട്ട് ഇതാ അവിടെ ഒരു സർപ്പമെന്ന് പറയാറില്ല. അത് പറയുന്ന ഇവിടെ മന്ദാന്ധകാരത്തിൽ ദൂരെ കിടക്കുന്ന ഒരു വസ്തുവിൽ മനസ്സിൽ സർപ്പഭയത്തോടുകൂടി സഞ്ചരിക്കുമ്പോൾ മുമ്പ് സർപ്പത്തെ ഭയന്നിട്ടുള്ള ഇങ്ങനെ പല സാഹചര്യങ്ങൾ വരുമ്പോഴേ അത് സംഭവിക്കുന്നു. തന്റെ കൈവിരലുകളെ സർപ്പം ഒരാൾക്ക് എന്തുകൊണ്ട് തോന്നുന്നില്ല? അങ്ങനെ വിരളായിട്ട് തന്നെ കാണും. കാരണം അവിടെ അയാൾക്ക് നിശ്ചിതമായ ബുദ്ധിയുണ്ട്, ഇതിന്നതാണെന്ന് അയാൾക്ക് വ്യക്തതയുണ്ട്. അതിനാണ് ഉള്ളം കൈയിലെ നെല്ലിക്കാന്ന് പറയുന്നത്. യേശ ദൃഷ്ടാന്ത, ദൃഷ്ടാന്തത്തിലൂടെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരനുഭവം ഉണ്ടാവുകയും അതിലേതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ ഭ്രാന്തിയോ പൂർണ്ണതയോ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ നിന്ന് വീണ്ടും മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു. പൂർണ്ണതയിൽ അത് സ്വയം പ്രകാശിക്കുന്നത്. തുര്യനെ കുറിച്ച് ഇവിടെ എന്താണ് പറയുന്നത്? അത് സ്വയം പ്രകാശിക്കുന്നതെന്നാണ്. സ്വയം പ്രകാശിക്കുക എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ മറ്റൊരു സംശയത്തിനോ ഭ്രമത്തിനോ ഒന്നും യാതൊരു സ്ഥാനവും. നമ്മുടെ സങ്കല്പങ്ങളിൽ അതൊക്കെ സംഭവിക്കും. നമ്മൾ നമ്മുടെ സങ്കല്പങ്ങളിലൂടെ ആത്മാവിനെ കണ്ടെത്തുമ്പോൾ, നമ്മുടെ സങ്കല്പങ്ങളിലൂടെ നമ്മൾ സത്യത്തെ സാക്ഷാത്കരിക്കുമ്പോൾ, നമ്മുടെ ആശയങ്ങളിലൂടെ അങ്ങനെയൊക്കെയാണ് അത് നമ്മളതിനെ സമീപിക്കുന്നത്. നമ്മുടെ തന്നെ ആശയങ്ങളിലൂടെ, നമ്മുടെ സങ്കല്പങ്ങളിലൂടെ. അവിടെ നമ്മൾ പുതിയ പുതിയ ആശയങ്ങളുമായി അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ പഴയ പല ആശയങ്ങളും ഇതിനൊക്കെ തടസ്സം നിൽക്കും. അപ്പോൾ ആശയങ്ങൾ തമ്മിൽ സംഘടന ഉണ്ടാവും, സംശയം ഉണ്ടാവും, ഭ്രമം ഉണ്ടാവും. അതൊക്കെ സംഭവിക്കും. ആശയങ്ങളുടെ സംഘർഷങ്ങൾ വരും. അതല്ല, ഇത് സ്വന്തം വിരലുകൾ എങ്ങനെയാണോ നമുക്ക് സ്പഷ്ടമായിരിക്കും, നമ്മുടെ ഭ്രമമില്ലാതിരിക്കുന്നു, അതുപോലെ ഇത് സന്ദേഹരഹിതമായിരിക്കുന്നു. എന്തുകൊണ്ട്? ഇത് സ്വയം പ്രകാശിക്കുന്നതാണ്. നമ്മൾ ആർജിച്ച നമ്മുടെ സങ്കല്പങ്ങളോ നമ്മുടെ മനസ്സിൽ നമ്മൾ സ്വരുക്കൂട്ടിയെടുക്കുന്ന നമ്മുടെ ആശയങ്ങളോ ഒന്നുമല്ല. അതിന്റെ തലത്തിലല്ല ഇത്. അതെല്ലാം നമ്മളെ ഒരു പരിധിവരെ സഹായിച്ചെന്നിരിക്കും, പക്ഷെ അതല്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്താണിത് കർമ്മം കൊണ്ട് നേടുന്നതല്ല. സ്വയം പ്രകാശിക്കുന്നു എന്നെങ്ങനെ കർമ്മം കൊണ്ട് നേടും? നമ്മൾ നമ്മുടെ മാനസിക കർമ്മങ്ങളിലൂടെ ഇതിനെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. നമ്മുടെ മാനസിക കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മൾ ആർജിക്കുന്ന അറിവുകൾ, നമ്മുടെ ആശയങ്ങൾ, ചിന്താഗതികൾ, ഇതിലൂടെ ഇതിനെ വെളിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതാണ് നമ്മുടെ കർമ്മം, മാനസികമായ കർമ്മം. ഈ മാനസികമായ കർമ്മങ്ങൾ ഒരുപക്ഷെ നമ്മളെ മുമ്പോട്ട് നയിച്ചെന്ന് വരാം. പക്ഷെ ഈ മാനസിക കർമ്മങ്ങൾക്ക് ഒരിക്കലും ഇതിനെ വെളിപ്പെടുത്താൻ സാധ്യമല്ല. എന്തുകൊണ്ടത്
സ്വയം വെളിപ്പെടുന്നതാണ്. നമ്മൾ മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട്. വെളിപ്പെടുത്താൻ പറ്റിയ ഒന്നുണ്ട്, സ്വയം വെളിപ്പെടുന്നതാണ്. കർമ്മത്തിന്റെ ഫലമായത് വരത്തില്ല. കർമ്മം നമ്മളെ മുമ്പോട്ട് നയിച്ചെന്ന് വരാം, പക്ഷേ ഒരു കർമ്മത്തിന്റെ ഫലമായത് വെളിപ്പെടത്തില്ല. യേശ ദൃഷ്ടാന്ത, അത് ഈ ദൃഷ്ടാന്തത്തിൽ നിന്ന് മനസ്സിലാക്കണം. അത് സ്വയം സ്പഷ്ടമായ ഒന്നാണ്, അതിനെ നിങ്ങൾ സ്പഷ്ടമാക്കാൻ ശ്രമിക്കേണ്ട എന്നാണ്. അവിടെ നമുക്ക് കണ്ടെത്താനായിട്ടൊന്നുമില്ല, അവിടെ സ്വയം വെളിപ്പെടാനായിട്ടേ ഉള്ളൂ. തദ്വത് ഹേതുഫലാദി സംസാര ധർമ്മ അനർത്ഥ വിലക്ഷണതയാ, അതാണ് പറയുന്നത്. സ്വേന വിശുദ്ധ വിജ്ഞപ്തി മാത്ര സത്ത അദ്വൈരൂപേണ അനിശ്ചിതത്വ ജീവപ്രാണാദി അനന്തഭാവഭേദേ ആത്മാ വികൽപ്പിത ഇത്യേഷ സർവോപനിഷദാം സിദ്ധാന്തഃ. ഹേതുഫലാദി സംസാരധർമ്മ അനർത്ഥ വിലക്ഷണതയാ, ഹേതുഫലങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ കൽപ്പനയിൽ നിൽക്കുന്നതാണ് ഇതെല്ലാം ഹേതുഫലങ്ങൾ. പറഞ്ഞല്ലോ, ഭക്ഷണം ഹേതുവാണ്, തൃപ്തി ഫലമാണ്. ഈ തരത്തിൽ സർവത്തിലും, നമ്മുടെ സർവ ചിന്താമണ്ഡലത്തിലും നമ്മുടെ സർവകർമ്മ മണ്ഡലത്തിലും ഈ ഹേതുഫലങ്ങളുടെ ഒരു കളിയാണ്. അതെല്ലാം നമ്മുടെ കൽപ്പനകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതുമാണ്. ഇതിനാണ് സംസാരധർമ്മം എന്ന് പറയുന്നത്. അത് ഭൗതികമായാലും ശരി, ആധ്യാത്മികമായാലും ശരി, എല്ലാം ഹേതുഫല രൂപത്തിലുള്ള സംസാരധർമ്മങ്ങളാണ്. ഇത് മൊത്തത്തിൽ ഇതിന് അനർത്ഥം എന്ന് പറയും. ഭൗതികം മാത്രമല്ല അനർത്ഥം. ഇവിടെ അതിസൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ ആധ്യാത്മികവും അനർത്ഥമാണ്, ഭൗതികം മാത്രമാണ്. എന്തുകൊണ്ട്? ആത്മാവിതിൽ നിന്നെല്ലാം വിലക്ഷണമാണ്. ഇതെല്ലാം ഒന്നുകിൽ ബാഹ്യമായ ക്രിയാരൂപത്തിൽ, അല്ലെങ്കിൽ ആന്തരികമായ സങ്കല്പരൂപത്തിൽ, മനോവൃത്തി രൂപത്തിലാണ് നിലനിൽക്കുന്നത്. ആ പരമാർത്ഥമായ നിലയെക്കുറിച്ച് പറയുകയാണ്. നമ്മൾ ഇന്നെന്തെങ്കിലും അനുഷ്ഠിച്ചു വരുന്ന കാര്യങ്ങൾ അസംബന്ധമെന്നല്ല പറയുന്നത്, തെറ്റൊന്നുമല്ല പറയുന്നത്, വേണ്ട എന്നുമല്ല പറയുന്നത്. പരമാർത്ഥമായ നിലയിലാണ് ഇവിടെ പറയുന്നത്. അതെന്താണ്? വിശുദ്ധ വിജ്ഞപ്തി മാത്ര സത്ത, അത് കേവലം വിശുദ്ധമായ, അങ്ങനെയൊക്കെ അതിനെക്കുറിച്ച് പറയാൻ പറ്റും. വിശുദ്ധമായ വിജ്ഞപ്തി മാത്രമാണ്. അത് സത്തയാണ്, അത് അദ്വൈതമാണ്. അതാണ് അതിന്റെ പരമാർത്ഥം. തന്റെ പരമാർത്ഥത്തെക്കുറിച്ച് പറയുകയാണ്. തന്റെ പരമാർത്ഥം വിശുദ്ധമായിരിക്കെ അവിടെ ഒരു സങ്കല്പം, ഒരു ഭാവന, ഒരു കൽപ്പന, അത് ഭൗതികമായാലും ആത്മീയമായാലും അതിനത് അശുദ്ധിയാണ്. പരമാർത്ഥത്തിന്റെ നിലയിൽ അത് അശുദ്ധിയാണ്. അത് വിലക്ഷണമെന്ന് പറയുന്നത് എന്താണ്? അത് കൽപ്പനകളിൽ നിന്നും വിലക്ഷണമാണ്, ഭാവനകളിൽ നിന്നും വിലക്ഷണമാണ്. എന്ന് പറയുമ്പോൾ അതിനെ ശരിയായ രീതിയിൽ നമ്മൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ അവിടെ തെറ്റിദ്ധാരണ വരും. ശരിയായ രീതിയിൽ നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ ഇത്രയും ബുദ്ധിമുട്ടുന്നത്. മറ്റ് സർവവും സങ്കല്പത്തിന്റെ, ഭാവനയുടെ, മനസ്സിന്റെ ഏതെല്ലാം തലമുണ്ടോ അതെല്ലാം എന്താണ്? അനർത്ഥമാണ്. നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും ശരി, അതിനെല്ലാം ഒരു കോടിയിൽപ്പെടുത്താം. എന്താണ്? അത് ആത്മവിലക്ഷണമാണ്, ആ തുര്യനിൽ നിന്നും വിലക്ഷണമാണ്. വിശുദ്ധി എന്ന് പറയുന്നത് എവിടെയുള്ളൂ? ആ തുര്യനിൽ മാത്രമേ ഉള്ളൂ. തുര്യനിൽ മാത്രമേ വിശുദ്ധിയുള്ളൂ. അല്ലാതെ നമുക്കാരെയും വിശുദ്ധനെന്ന് വിളിക്കാൻ പറ്റത്തില്ല.
ശരീരത്തിന്റെ, മനസ്സിന്റെ, ബുദ്ധിയുടെ, ഇന്ദ്രിയങ്ങളുടെയൊന്നും തലത്തിൽ ഒരിടത്തും വിശുദ്ധി. അതെല്ലാം സംസാര അനർത്ഥങ്ങളാണ്. ആ തുര്യൻ മാത്രമാണ് വിശുദ്ധനായിരിക്കുന്നത്. അത് വിജ്ഞപ്തി മാത്രമാണ്, സത്തയാണ്, അദ്വൈരൂപനാണ്. പക്ഷെ ആ രീതിയിൽ അതിനെ ധരിക്കാതെ വരുമ്പോൾ, പരമാർത്ഥത്തെ, തന്റെ പരമാർത്ഥ നിലയെ ഒരുവന് ധരിക്കാതെ വരുമ്പോൾ, അവിടെയാണ് പിന്നീട് എന്ത് രൂപേണ അനിശ്ചിതത്വ ജീവ പ്രാണാദ്യ അനന്തഭാവഭേദേ ആത്മാ വികല്പിത. എന്താണ് ഈ വികല്പം എന്ന് പറയുന്നത്? എന്താണ് ഈ ഭ്രാന്തി എന്ന് പറയുന്നതെന്ന് വിശദീകരിക്കുകയാണ്. തന്റെ തന്നെ ആ വിശുദ്ധമായ വിജ്ഞപ്തി രൂപത്തെ, സത്താരൂപത്തെ, അദ്വൈത രൂപത്തെ ഗ്രഹിക്കാതെ വരുമ്പോ, അല്ലെങ്കിൽ അത് സ്വയം പ്രകാശിക്കാതെ വരുമ്പോ, പിന്നീട് അവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ, പ്രാണന് തുടങ്ങി ഈ സ്ഥൂല ശരീരത്തിലൂടെ ഈ സ്ഥൂലമായ പ്രപഞ്ചം വരെയുള്ള സർവവും, ഇതിനെ നമ്മളപ്പോൾ വികല്പം എന്ന് പറയുന്നു. ആത്മനിഷ്ഠനെ സംബന്ധിച്ചിടത്തോളം ഈ വികല്പമില്ല, അതാണ് പറയുന്നത്. ഇതാണ് സർവോപനിഷത്തുകളും പറയുന്നത്. എന്ത് കാണുന്നു, എന്ത് കാണുന്നില്ല എന്നുള്ളതല്ല, ആത്മനിഷ്ഠയിൽ ഈ വികല്പങ്ങൾക്കൊന്നും നിലനിൽക്കില്ല. അതിൽ നിന്നും വ്യതിചരിച്ചാലോ അവനിൽ സർവ്വവികല്പങ്ങളുമുണ്ട്, സർവ്വസംസാരവും നിലനിൽക്കുന്നു. അവൻ തന്നെ ആത്മാവികല്പിത എന്നാണ്. താനായിരിക്കുന്നതും അവൻ തന്നെ, നാനാപ്രപഞ്ചമായി നിൽക്കുന്നതും അവൻ തന്നെ. ഇത്രയുള്ള വ്യത്യാസം. എന്താണ്? ആ ആത്മനിഷ്ഠയിൽ അവനെ ഇതൊന്നും ഉപദ്രവിക്കുന്നില്ല, ശല്യപ്പെടുത്തുന്നില്ല. മറിച്ചാണെങ്കിലോ അവനിത് അനന്തമായ സംസാരമായി അനുഭവപ്പെടുന്നു. മറുകര കാണാത്ത സംസാരം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഈ അനുഭവങ്ങൾ അവൻ അനുഭവപ്പെടുന്നു. ജാഗ്രത, സ്വപ്ന, സുഷുപ്തികളിലൂടെ അനുഭവിക്കുന്ന ഈ പ്രപഞ്ചം അവന് സംസാരമായി അനുഭവപ്പെടുന്നു. ആ ഭ്രാന്തിയെ നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരമാർത്ഥത്തെ ഇവിടെ അത് നിന്റെ സ്വരൂപമാണെന്നുള്ള നിലയ്ക്ക് ബോധിക്കുന്നത്. ആ ബോധ്യം വരാത്തിടത്തോളം കാലം ആ അനർത്ഥ നിവൃത്തി എന്ന് പറയുന്നത് സംഭവിക്കത്തില്ല. ഭൗതികത്തിൽ സംഭവിക്കത്തില്ല, ആധ്യാത്മികത്തിൽ സംഭവിക്കത്തില്ല. അതുകൊണ്ടാണ് പലരും നിരാശപ്പെടുന്നത്. പലർക്കും ഇഷ്ടപ്പെടുത്തില്ലെങ്കിലും പരമാർത്ഥം അതാണ്. ആധ്യാത്മികമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ തന്നെ അത് തന്നെ ഒരു ജീവിത വ്രതമായി സ്വീകരിച്ചവർ പോലും 99% അസംതൃപ്തരാണ്, അസ്വസ്ഥരാണ്. പുറമേ കാണുന്ന ദിവ്യത്വം ഉള്ളിൽ അനുഭവിക്കാൻ കഴിയാത്തവരാണ്. അപൂർവ സുഹൃതികൾക്ക് മാത്രമേ അതിന് കഴിയത്തുള്ളൂ. അതിനുള്ള കാരണമാണ് ഇവിടെ പറയുന്നത്. തന്റെ വിശുദ്ധമായ അവിജ്ഞപ്തി സ്വരൂപത്തെ അതിൽ സ്ഥിതി ചെയ്യാൻ കഴിയുന്നവന് മാത്രമേ ഈ അനർത്ഥത്തിൽ നിന്ന് മോചിതനാകാൻ കഴിയൂ. മറ്റൊന്നും അതിന് സഹായിക്കത്തുമില്ല. മറ്റെന്തെല്ലാം സാധനങ്ങളിലൂടെ പോയാലും ശരി, അത് ഇവിടെ എത്തിക്കാത്തിടത്തോളം കാലം അതൊന്നും സഫലമാകത്തില്ല. ഇത്യേഷ സർവോപനിഷതാ സിദ്ധാന്തം. ഇതാണ് സർവോപനിഷത്തുകളും പറയുന്നത് എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. അനിശ്ചിത യഥാ രജ്ജു അന്ധകാരേ വികൽപ്പിത സർപ്പദ്വാരാദിഭിർഭാവേർ
തദ്വദാത്മാ വികൽപിത നിശ്ചിതായാം യഥാ രജ്വാം വികൽപോ വിനിവർത്തതേ രജ്ജുരേവേദി ചാദ്വൈതം തദ്വദാത്മാ വിനിശ്ചയ. രജ്ജുരേവേദി നിശ്ചിതേ സർവവികൽപ നിവൃത്തോ രജ്ജുരേവേദി ചാദ്വൈതം യഥാ തഥാ നേതി നേതി ഇതി സർവസംസാര ധർമ്മശൂന്യ പ്രതിപാദക ശാസ്ത്രജനിത വിജ്ഞാന സൂര്യാലോക കൃത ആത്മവിനിശ്ചയ. ഇവിടെ ആവശ്യപ്പെടുന്ന എന്താണ്? ഓരോരുത്തരോടും ഉപനിഷത്തായാലും ഇവിടെ ആചാര്യനായാലും ആവശ്യപ്പെടുന്ന എന്താണ്? നിങ്ങൾ ആത്മനിഷ്ഠരാകുക. അതാണ്. ബാക്കി നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ അഭ്യാസങ്ങൾ ചെയ്യുന്നു, അതൊക്കെ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നോ അതോ ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നോ അതൊന്നും ഇവിടെ വിഷയമല്ല. ഇവിടെ നിങ്ങളും ലോകവും ഒന്നും വിഷയമല്ല. ഒരു കാര്യമേ ആവശ്യപ്പെടുന്നുള്ളൂ. എന്താണ്? ആത്മനിഷ്ഠ. തന്നെ കുറിച്ചുള്ള നിശ്ചയം വരിക. രജ്ജുരേവേദി നിശ്ചയ. അതാണ് പറയുന്നത്. രജ്ജുവാണെന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ സർവവികല്പം നിവർത്തൂ, സർവവികല്പങ്ങളും നിവർത്തിക്കുന്നു. രജ്ജുരേവേദി അദ്വൈതം. ആ രജ്ജുവിനെ സംബന്ധിച്ചുള്ള പല ഭാവനകളും ഇല്ലാതാകും. എങ്ങനെയാണോ തന്നെ കുറിച്ച് പല ഭാവനകൾ ഇപ്പം നിലനിർത്തിയിരിക്കുന്നത്, താൻ പുരുഷനാണ്, സ്ത്രീയാണ് എന്ന് തുടങ്ങി പല ഭാവനകൾ തന്നെ കുറിച്ച് നിർത്തിയിരിക്കുന്നു. ഈ ഭാവനകൾ നിലനിൽക്കെ എങ്ങനെ സത്യബോധം ഉണ്ടാവും? ഈ ഭാവനയിൽ നിന്നൊരാൾക്ക് മുക്തനാകാതെ, ഇത് ദ്വൈതമാണ്, ദ്വൈതഭാവനകളാണ് ഇതെല്ലാം. യുവാവാണ്, വൃദ്ധനാണ് എന്ന് തുടങ്ങി വരുന്ന നിരവധി ഭാവനകൾ. രജ്ജുരേവേദിച്ച അദ്വൈതം. പരമാർത്ഥം ബോധിക്കുന്നിടത്താണ് അദ്വൈതം. യഥാതഥ. ഇതാണ് പരമാർത്ഥമെന്ന് ബുദ്ധി കൊണ്ടെങ്കിലും ബോധിക്കും. ബുദ്ധി കൊണ്ട് ബോധിച്ചു കഴിഞ്ഞാൽ അവന് ആ വഴിക്ക് നീങ്ങാനുള്ള ഒരു പ്രേരണയെങ്കിലും ആന്തരികമായി ഉണ്ടാകും. എന്താ ചോദന എന്ന് പറയും, അതെങ്കിലും ഉണ്ടാകും. നേതി നേതി ഇത് സർവധർമ്മശൂന്യ പ്രതിപാദക ശാസ്ത്രജനിത വിജ്ഞാന സൂര്യാലോകൃത ആത്മവിനിശ്ചയ. ആത്മനിഷ്ഠ, അതിനോട് ആത്മവിനിശ്ചയം എന്ന് പറയുന്നു. ആധ്യാത്മികമായി നമ്മൾ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ പറയും ആധ്യാത്മികമായ ജീവിതം നയിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആചാര്യൻ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഉപനിഷത്ത് ആവശ്യപ്പെടുന്നത് എന്താണ്? ആത്മവിനിശ്ചയം. അതിലതാ നേടേണ്ടത്, വേറൊന്നുമല്ല. അതിനെ വിട്ടിട്ട് ഈ പ്രപഞ്ച കാര്യങ്ങളിൽ ഒരുവൻ മുഴുകിക്കഴിഞ്ഞാൽ അത് ആധ്യാത്മിക മാർഗത്തിലായാലും ശരി, അതെല്ലാം വലിയ നിരാശയ്ക്ക് വഴിവെക്കും. ഇച്ഛാഭംഗം അത് മാത്രമായി. അതല്ലേ കുറച്ചു കാലമായിട്ട് എനിക്കും ഇതാണ് പണി, ആശ്രമവാസമൊക്കെ. കുറേ വർഷം ആശ്രമത്തിലൊക്കെ വന്ന് താമസിച്ചിട്ട് അവസാനം മൂക്കം പിഴിഞ്ഞ് കണ്ണീരും തുടച്ചൊക്കെ ഇറങ്ങിപ്പോകുന്ന ഒരുപാട് പേരെ കാണാറുണ്ട്. കാരണം ആശ്രമത്തിലൊക്കെ വന്ന് ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാലും ശ്രദ്ധവും നോട്ടയും ഒക്കെ മറ്റു പല കാര്യങ്ങളിലുമാണ്. മറ്റു പലതെന്ന് പറയുമ്പോൾ സമ്പത്തിലും യശസ്സിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ശ്രദ്ധ. അത് വരുമ്പോൾ അവസാനം നിരാശപ്പെടേണ്ടി വരും. നേടിയതിൽ സന്തോഷിക്കുമ്പോൾ നഷ്ടപ്പെട്ടതിലും നിരാശയും വരും. ഇത്രയൊന്നും പോരല്ലോ എന്ന് തോന്നും. അപ്പോൾ വന്നതുപോലെ തന്നെ തിരികെ പോകേണ്ടി വരും. ഇവിടെ ആവശ്യപ്പെടുന്ന എന്താണ്? ആത്മവിനിശ്ചയം. അത് നേടുക എന്നുള്ളതാണ്. അതിൽ സ്ഥിരത വരിക. അല്ല ഈ പ്രപഞ്ച കാര്യങ്ങളിലൊക്കെ
എന്തായാലും ശരി, ആശ്രമം ഒന്നായാലും ശരി, എന്തിന്റെ പേരിലായാലും ശരി, പ്രാപഞ്ചികമായ വിഷയങ്ങളിൽ മനസ്സ് കൊടുക്കാനാണ് ആശ്രമത്തിൽ വരുന്നതെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. എത്ര വലിയ ആശ്രമമായാലും ശരി, എത്ര നിലയുള്ള ആശ്രമമായാലും ശരി, 14 നിലയായാലും ശരി, 24 നിലയായാലും ശരി, അതൊന്നും രക്ഷിക്കത്തില്ല. അവന്റെ മനസ്സെവിടെ വരണം? ഈ പറയുന്ന ആത്മനിശ്ചയത്തിൽ വരണം. അത് കുടിലിരുന്നാലും ഇത് തന്നെ, കൊട്ടാരത്തിലിരുന്നാലും ഇങ്ങനെയാണ്. അതാണ് ഇവിടെ പറയുന്നത്. നേതി നേതി, ഇതൊന്നുമല്ല പരമാർത്ഥം എന്നെപ്പോഴും ബോധിക്കും. പരമാർത്ഥമൊന്നും ബോധിക്കേണ്ടത് ഇതൊക്കെയാണ്. ഈ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ കോലാഹലങ്ങൾ ഇതൊന്നുമല്ല പരമാർത്ഥം. ഇതിലൊക്കെ ജീവിക്കുമ്പോൾ തന്നെ ആ ബോധ്യം വരണം. ആ ബോധ്യം ഉള്ളിൽ വരണം. ഇതിനകത്തൊക്കെ എന്തെങ്കിലും ആയിത്തീരുന്നതാണ് വലുത് എന്ന് കരുതരുത്. നിരാശപ്പെടുത്തും, വളരെ നിരാശപ്പെടേണ്ടി വരും. ജീവിതം വ്യർത്ഥമായിപ്പോകും. ഇവിടെ എന്തെങ്കിലുമൊക്കെ ആകാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മചാരിയാകുന്നത്, സ്വാമിയാകുന്നതെങ്കിൽ വളരെ നിരാശപ്പെടേണ്ടി വരും. ഈ ജന്മത്തിലും വരുന്ന ജന്മങ്ങളിലും നിരാശപ്പെടേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും മനസ്സിലിത് വേണം, നേതി നേതി ന ഇതം എന്നാണ്. ഇതൊന്നുമല്ല, ഞാൻ ഇതിനൊന്നിനും വേണ്ടിയല്ല വന്നത്, ഇതൊന്നുമല്ല നേടേണ്ടത്. ഇതേത് സമയം മനസ്സിൽ വേണം. എന്തുകൊണ്ട്? സർവ സംസാരധർമ്മ ശൂന്യ പ്രതിപാദക. ഇതെല്ലാം സംസാരത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ആശ്രമവും സംസാരമാണോ? ആശ്രമജീവികൾക്ക് ആശ്രമമാണ് വലിയ സംസാരം, ഗൃഹസ്ഥന് ഗൃഹമാണ് വലിയ സംസാരം. പരമാർത്ഥം എന്താണ്? സർവ സംസാരധർമ്മശൂന്യമാണ്. അതിനെ ബോധിപ്പിക്കുന്ന ശാസ്ത്രജനിത വിജ്ഞാന സൂര്യാലോകം. ശാസ്ത്രം അതാണ് ബോധിപ്പിക്കുന്നത്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, ഗുരുക്കന്മാരതാണ് ബോധിപ്പിക്കുന്നത്. ഗുരുക്കന്മാരൊരിക്കലും നമ്മളെ ഇതിലൊന്നും പിടിച്ചിടാൻ ആഗ്രഹിക്കുന്നില്ല. അവരിതിൽ നിന്ന് മോചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഗുരുക്കന്മാരെല്ലാം നമ്മളോട് ആവശ്യപ്പെടുന്ന എപ്പോഴും എന്താണ് ആവശ്യപ്പെടുന്നത്? നിങ്ങൾ ആത്മനിഷ്ഠരാകുക, നിങ്ങൾ സത്യത്തെ അറിയുക, ഈശ്വരനെ അറിയുക, അതേ ബോധിപ്പിക്കുന്നു. പക്ഷെ നമ്മുടെ വാസനീയ സംസ്കാരം കൊണ്ട് നമ്മൾ ഇതിൽ കയറി പിടിക്കുന്നു. നമ്മൾ ഇതിലൂടെയൊക്കെ ഗുരുവിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഗുരു പറയുന്നതിനെ അനുഷ്ഠിച്ച് ഈശ്വരബോധത്തെ വളർത്തിയല്ല നമ്മൾ ഗുരുവിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അവിടെയാണ് നമുക്ക് പറ്റുന്ന വലിയ മിസ്റ്റേക്ക്. ഇതിലൊക്കെ മുറുകെ പിടിച്ചാൽ ഗുരു സന്തോഷിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരിക്കലുമല്ല. അപ്പൊ ശാസ്ത്രപ്രതിജനിത വിജ്ഞാനം, ആ ഗുരുവാക്യത്തിൽ നിന്നുണ്ടാകുന്ന വിജ്ഞാനം, അത് നമ്മുടെ ഉള്ളിൽ, അതെന്താണ്? സൂര്യാലോകമാണ്. സൂര്യന്റെ പ്രകാശം പോലെ അത് സ്പഷ്ടമാണ്. ഗുരുക്കന്മാരെല്ലാ ഗുരുക്കന്മാരും നിരന്തരം അതാണ് ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ പരമാർത്ഥത്തെ ബോധിപ്പിക്കാൻ, ഈശ്വര തത്വത്തെ ബോധിപ്പിക്കാനാണ്. അത് പലതരത്തിലാകാം. അതുകൊണ്ട് വരേണ്ട ആത്മവിനിശ്ചയം, അതാണ് ഈശ്വരബോധം എന്ന് പറയുന്നത്. അത് വളർത്തുക. അല്ലാതെ ഇതിലൊന്നും കയറി മനസ്സിനെ വച്ച് ഈ പ്രപഞ്ചകാര്യങ്ങളിൽ മനസ്സ് മുഴുകി ആത്മവിസ്മൃതി സംഭവിക്കരുത്. ജീവിതം നഷ്ടമായി പോവും. ഇവിടെ ചിലർ കരുതും ജീവിതം നഷ്ടമായിക്കോട്ടെ, ഇവിടെ പലതും നേടാമല്ലോ, അതും നിരാശപ്പെടുത്തും. അതിനും അവസാനം നിരാശയായിരിക്കും ഫലം. തൽക്കാലം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നേടിക്കഴിഞ്ഞാൽ സന്തോഷം തോന്നും. പക്ഷെ അതും നിരാശയ്ക്ക് വഴിവെക്കും. ഒരു ലൗകികനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ വലിയ നിരാശ ഉണ്ടാക്കത്തില്ല. കാരണം അവന് ആധ്യാത്മിക സംസ്കാരം ഇല്ലാത്തതാണ്. ആധ്യാത്മിക സംസ്കാരമുള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം, ആധ്യാത്മിക മാർഗത്തിൽ കുറെയെങ്കിലും സഞ്ചരിച്ചിട്ടുള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ നേട്ടങ്ങളിൽ അധികകാലം നിൽക്കാൻ പറ്റത്തില്ല. അതവനിൽ വലുതായ കുണ്ഠിതത്തെ ഉണ്ടാകും.
എന്നെങ്കിലും ഒരിക്കൽ അവന്റെ ഉള്ളിലിരിക്കുന്ന സംസ്കാരം ഉദ്ബുദ്ധമായിട്ട് അവനെ ചിന്തിപ്പിക്കും. അപ്പോൾ അവന് വലിയ നിരാശയുണ്ടാകും. പലരെയും കണ്ടിട്ടുണ്ട് ഈ മാർഗത്തിൽ സഞ്ചരിച്ച് പിന്നെ ഭ്രംശിച്ചു പോകുന്നു. തൽക്കാലം ഏതെങ്കിലും മായാമോഹങ്ങളിൽ കുടുങ്ങി ഇതൊക്കെയാണ് സുഖം എന്ന് കരുതിയാലും കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ വീണ്ടും അവന്റെ ഉള്ളിലിരിക്കുന്ന സത്സംസ്കാരങ്ങൾ ഉണർന്നു വന്നിട്ട് ചിന്തിപ്പിക്കും. അപ്പോൾ അവൻ വീണ്ടും വലിയ നിരാശയിലേക്ക്. അപ്പോൾ പതനം വളരെ അഗാധതയിലേക്കായി. അതുകൊണ്ട് ഈ ആത്മവിനിശ്ചയം എന്താണ്? ആത്മവിനിശ്ചയം ഇവിടെ പറയുന്നു ആത്മേയവേദം സർവം. ശാസ്ത്രത്തെ ഒരു സാഹിത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്, യാതൊരു പ്രയോജനവുമില്ല. മറ്റു പല സാഹിത്യങ്ങളും പഠിക്കുന്നത് പോലെ ഡെയിലി വർത്തമാനം പത്രം വായിച്ച് വിവരങ്ങൾ മനസ്സിലാക്കുന്ന പോലെ ഇത് മനസ്സിലാക്കിയിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ സമയത്തിരുന്ന് പത്രം വായിക്കുന്നവരായിരിക്കും ഇതിനും കുറച്ചുകൂടെ മെച്ചം. അവർക്ക് ബുദ്ധിക്ക് ഭാരം കുറച്ച് കുറവായിരിക്കും, വായിച്ചും കളഞ്ഞാൽ മതി. ഇത് നമ്മുടെ ജീവിത അനുഭവങ്ങളുമായി തട്ടിച്ചു നോക്കും. ഈ പറയുന്ന കാര്യങ്ങൾ എവിടെ നയിക്കുന്നു, നമ്മുടെ ജീവിതം എവിടെ നയിക്കുന്നു, നമ്മുടെ ചിന്തകൾ എവിടെ നയിക്കുന്നു, നമ്മുടെ പ്രവൃത്തി എവിടെ നയിക്കുന്നു, അതെല്ലാം ഇതിനോട് എത്രമാത്രം അടുക്കുന്നു, എത്രമാത്രം അകലുന്നു, ആ രീതിയിൽ അന്തർമുഖമായി ആത്മനിഷ്ഠമായി ഈ വിഷയങ്ങളെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചാലേ ഇത് പ്രയോജനം ചെയ്യത്തുള്ളൂ. അപ്പൊ ആത്മനിഷ്ഠ എങ്ങനെയായിരിക്കണം? ആത്മേയവേദം സർവം പറയും. ആ അനുഭവത്തിലേക്ക് വരണം. സർവത്തിനും ആത്മദർശനം ഉണ്ടാകണം. അപൂർവോ അനപരോ അനന്തരോ അബാഹ്യ സബാഹ്യാഭ്യന്തരോ ഹ്യജ അജരോ അമരോ അമൃതോ അഭയ ഏകൈവ അദ്വയ. ഇതെല്ലാം നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. നമ്മുടെ വ്യക്തിനിഷ്ഠമായ ജീവിതത്തിൽ ആത്മബോധം സർവതലത്തിലും വരണമെന്നാണ് ഇതിന്റെ ചുരുക്കം. നമ്മുടെ ചിന്തകളെയും നമ്മുടെ കർമ്മങ്ങളെയും എല്ലാം നിരന്തരം അത് സ്വാധീനിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ചിന്തകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ആ ആത്മബോധം പ്രകാശിച്ചുകൊണ്ടിരിക്കണം. ആത്മബോധത്തിലൂടെയുള്ള ആ കൃതകൃത്യത നമുക്ക് നിരന്തരം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് ശ്രുതി പറയുന്നതിന്റെ താല്പര്യം. നമ്മളെന്താണോ ഇതിനെക്കുറിച്ച് ധരിക്കുന്നത്, അതല്പമായാലും ശരി, അത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ പൂർണ്ണതയുടെ അനുഭവമാണ്, അല്ലെങ്കിൽ പൂർണ്ണമായ നിലയാണ്. അത് വരട്ടെ. പക്ഷെ നമ്മൾ ഉൾക്കൊള്ളുന്ന ചില ഭാഗങ്ങളുണ്ട്. നമ്മുടെ മനസ്സുകൊണ്ട് ഗ്രഹിക്കാവുന്നുള്ളത് നമ്മുടെ മനസ്സിന് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതാനുഭവങ്ങളോട് ചേർന്ന് നിൽക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാം അതിന്റെ ഒരു വെളിച്ചം വേണം. നമ്മൾ ഉൾക്കൊള്ളുന്ന തത്വത്തിന്റെ ഒരു വെളിച്ചം. അതാണ് ക്രമേണ പൂർണ്ണമായി പ്രകാശിക്കേണ്ടത്. അതുമായിട്ട് യാതൊരു സ്പർശവും ഇല്ലാതെയാണ് നമ്മുടെ ദൈനംദിന ജീവിതം എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് യാതൊരു പ്രയോജനമില്ലാതെ ആയിപ്പോകും. അത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ശ്രുതിവാക്യങ്ങൾ എങ്ങനെ ഉദ്ധരിക്കുന്നത്. മുമ്പോട്ട് പോകുമ്പോൾ ഈ പരമാർത്ഥത്തിനോടൊപ്പം തന്നെ പോകുക, ഇതിനെ വിട്ടിട്ട് പോകാതിരിക്കുക കഴിയുന്നത്ര. അതാണ് ഇതിന്റെ താല്പര്യം. നിശ്ചിതായാം യഥാ രജ്വാം വികൽപോ വിനിവർത്തതേ രജ്ജുരേവേദി ചാദ്വൈതം തദ്വതാത്മാ വിനിശ്ചയ.
ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.